ഞാൻ രാജലക്ഷ്മി പിള്ളை, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചിൻ കേന്ദ്രയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് BPSC 144 യൂണിറ്റ് 11, 12 ആണ്. ഈ ഇന്നലത്തെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ ഈ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട്സ് ഓരോ സൗത്ത് ഏഷ്യയിലുള്ള ഓരോ ടെറിട്ടറികളിലും ഓരോ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഓരോ സ്ഥാനത്തിന്റെയും എന്തുകൊണ്ടാണ് ഡിസ്പ്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അതിർത്തി തർക്കം എന്ന് പറയാം ഇതിന്. ഈ അതിർത്തി തർക്കം എന്തുകൊണ്ട് വരുന്നു? നേഷൻ സ്റ്റേറ്റ്സ് ആയി ബ്രിട്ടീഷ് കോളനി ആയിരുന്ന സമയത്ത് ഓരോ സൗത്ത് ഏഷ്യയിലെ ഓരോ രാജ്യങ്ങളും അത് വളരെ വേഗമായിട്ടുള്ള ഒരു ടെറിട്ടറിയാണ്. എന്താ പറയാ, അവനവന്റെ ബൗണ്ടറിക്ക് അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് ചെറിയൊരു വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ടെറിട്ടോറിയൽ അതിർത്തി തർക്കങ്ങൾ വളരെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മുടെ സൗത്ത് ഏഷ്യയില്. അപ്പൊ ഒന്നൊന്നായിട്ട് നമുക്ക് പരാമർശിക്കാം. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ വന്നു? പോസ്റ്റ് കൊളോണിയൽ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇതിനെപ്പറ്റി കൗണ്ടർ ക്ലെയിംസ് ചെയ്തിട്ടുണ്ട്. എന്ത് വന്നാലും ശരി, ഇവര് ഈ എത്തനിക് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ റിലീജിയസ് ഗ്രൂപ്പ്സ്, മൈനോറിറ്റി ഗ്രൂപ്പ്സ് അവനവന്റേതായ ഒരു ഗവൺമെന്റ് കൊണ്ടുവരണം, സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്നുള്ള ആ കാര്യങ്ങൾ പറഞ്ഞാണ് ഈ കൊളോണിയൽ ഗവൺമെന്റിന്റെ സമയത്ത് വഴക്കുകൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. ഇനി നമ്മൾ വളരെ കൂളായിട്ടുള്ളത് ഏറ്റവും വലിയ ഇഷ്യൂ നമ്മളുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇന്ത്യയാണ് ഈ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ കൺട്രി ആയിട്ട് കാണുന്നത്. അപ്പൊ അതിൽ വരുന്നത് എന്താന്ന് വെച്ചാല് കാശ്മീർ ഇഷ്യൂ ആണ്. കാരണം അപ്പൊ പാകിസ്ഥാൻ ഇല്ല. കാശ്മീർ ഹിന്ദു രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഈ ഇൻഡിപെൻഡൻസ് വരുന്ന സമയത്ത് 1947 ആ ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ബ്രിട്ടീഷുകാര്, നമ്മൾ നേരത്തെ കണ്ടു, ബ്രിട്ടീഷ് ഇവിടെ വന്നു, കുറെ കാലങ്ങൾ ഇരുന്നു, അവരുടെ കൺട്രോളിലായി, അവരുടെ മദർ കൺട്രി നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കൊടുക്കേണ്ട സമയമായപ്പോൾ ആ ഈ ബൈ നേഷൻ എന്നുള്ള ഇഷ്യൂ, ജിന്നയുടെ ബൈ നേഷൻ, 2 നേഷൻ, ഒരു നേഷൻ മുഴുവനും ഹിന്ദു മെജോറിറ്റിയും അടുത്തത് മുസ്ലിം മെജോറിറ്റിയും. ആ മുസ്ലിം മെജോറിറ്റി ആണ് പാകിസ്ഥാനായിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ അവര് പറയുന്നു, നമുക്കിത് ഈ കാശ്മീർ എന്ന് പറയുന്ന മോളില്, ഇന്ത്യയുടെ ഭൂചരിത്രം നോക്കുമ്പോൾ നമുക്ക് മോളിലാണ് വരും, ഞങ്ങൾക്ക് വരണമെന്ന് അവരും. അപ്പൊ ഗവൺമെന്റ് അവര് ഭാഗമുള്ള സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് അവിടുത്തെ രാജാക്കന്മാരോട്, നിങ്ങൾ ആരോട് ജോയിൻ ചെയ്യുന്നു? മുസ്ലിം കമ്മ്യൂണിറ്റി ആയ പാകിസ്ഥാന്റെ കൂടെയാണോ അല്ലെങ്കിൽ ഹിന്ദു ഇന്ത്യയുടെ കൂടെയാണോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെയാണോ ചോദിക്കുന്ന സമയത്ത് അവര് കാശ്മീർ രാജാവ് നമ്മളുടെ ഇന്ത്യയുടെ കൂടെയാണ് ജോയിൻ ചെയ്തത്. അങ്ങനെയാണ് കാശ്മീർ എന്നുള്ള ഭാഗം, ആ ഭാഗം നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ നമ്മളുടെ ഇന്ത്യൻ സ്റ്റേറ്റിലായിട്ട് വന്നുപെട്ടത്. അതിനുശേഷം ഇവര് പല പ്രാവശ്യവും എന്നിട്ട് ഈ വാഖൻ കോറിഡോറിലും അഫ്ഗാനിസ്ഥാൻ ഏരിയയിലൊക്കെ ഉണ്ട്. അപ്പൊ ഈ കാരണം കൊണ്ടാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള മുഖ്യമായ കാരണം. ഈ ടെറിട്ടോറിയൽ അല്ലെങ്കിൽ അതിർത്തി തർക്കങ്ങൾ കൊണ്ട് ചൈനയിലും അതിർത്തി തർക്കമുണ്ട്, അഫ്ഗാനിസ്ഥാനിലും അതിർത്തി തർക്കമുണ്ടായിട്ടുണ്ട്, ബോർഡേഴ്സ്. ഇതൊക്കെ ഈ ഇന്റർലോക്ഡ് കൺട്രികളാണ്, അല്ലെങ്കിൽ ഒന്നിനോടൊന്ന് ചേർന്ന് കിടക്കുന്ന ഭൂഖണ്ഡമാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് തൊട്ട് കിടക്കുന്നത് കൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും കോളനി ആയിട്ട് ഫ്രീഡം കിട്ടിയ സമയത്തും ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനൊക്കെ അടുത്തടുത്ത ബോർഡേഴ്സ് ആയതുകൊണ്ടാണ് അവിടെയും ഈ അതിർത്തി തർക്കങ്ങൾ വരാനുള്ള കാരണം. 1947 അഫ്ഗാനിസ്ഥാനില് ഒരു ദുരന്ത് ലൈൻ എന്ന് പറഞ്ഞിട്ട് അത് അവര് പഷ്മൻ സെൽഫ് ഡിറ്റർമിനേഷൻ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അവരും ക്ലെയിം ചെയ്യാണ്. നമുക്ക് നോക്കാം. മാക്മോൺ ലൈൻ, അതായത് പാകിസ്ഥാൻ ഈ ക്ലെയിമിന്, ദുരന്ത് ലൈൻ്റെ വളരെ ക്ലെയിം ചെയ്യുമ്പോഴത്തേക്കും അഫ്ഗാനിസ്ഥാനിലുള്ള പഷുട്ടൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിന് ആ ഫെഡറൽ അഡ്മിനിസ്ട്രേഷനാണ്, അവരുടെ ഗ്രൂപ്പിന്റെ ബലൂചിസ്ഥാൻ വേണമെന്നുള്ള അവർക്കൊരു ഡിമാൻഡ്. ഈ ലൈൻ, മെക്ലോയിൻ ലൈൻ, ഇത് ഇന്ത്യയിൽ കൂടെയും പാകിസ്ഥാൻ കൂടെയും പോകുന്നത് കൊണ്ടും
അതും അവിടെ ഒരു അതിർത്തി തർക്കത്തിനുള്ള ഒരു കാരണമായിട്ട് വരുന്നു. ഇനി ജോഗ്രാഫിക്കലായിട്ട് നോക്കുമ്പോൾ സൗത്ത് ഏഷ്യയിലെ 8 ജോഗ്രാഫിക്കൽ കൺട്രികൾ വളരെ ജോഗ്രാഫിക്കലായിട്ട് സിമിലർ ആയിട്ടുണ്ട്. കൾച്ചർ സിമിലർ ആണ്, പൊളിറ്റിക്സ് സിമിലർ ആണ്, ഭാഷകൾ ഏകദേശം ഒരേമാതിരിയാണ്, ഹിസ്റ്ററിയും കൾച്ചറും ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആസ്പിറേഷൻസ് ഒക്കെ ഏകദേശം അടുത്തടുത്തടുത്ത് വരുന്നത് കൊണ്ട് എല്ലാത്തിനും ഒരു ഒരു സ്വയമേ ഒരു സ്വതസിദ്ധമായിട്ട് ഒരു ശൈലിയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ കൊളോണിയൽ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന പ്രോബ്ലംസ് എല്ലാം ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇതിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൊളോണിയൽ ഗവൺമെന്റ് മാറുന്ന കാലഘട്ടത്തിൽ അവർ ഈ പാർട്ടിസിപ്പേഷൻ വലിയ പവറിന്റെ കൂടെ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ എത്നിക് ഗ്രൂപ്പിന്റെ കൂടെ ജോയിൻ ചെയ്താൽ അതിർത്തി തർക്കം വരുന്നുള്ളത് നിശ്ചയമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടാണ് ഈ എല്ലാ രാജ്യങ്ങളും സിമിലർ ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്ത് വരുന്നത്. അരുണാചൽ പ്രദേശ് ചൈനയുടെ അടുത്തായിട്ട് വരും ലൊക്കേഷൻ വൈസ്. അപ്പോൾ അരുണാചൽ പ്രദേശ് നോർത്ത് ഈസ്റ്റേൺ സൈഡിലുള്ള അരുണാചൽ പ്രദേശ് ഈ ചൈനയായിട്ട് അടുത്ത് കിടക്കുന്നത് കൊണ്ട് 83,743 കിലോമീറ്റർ ആണ്. അപ്പോ അതിനെ ചൈനയുടെ ടിബറ്റ് രണ്ടും അടുത്തടുത്താണ്. ഓക്കെ, ഈ സദേൺ റീജിയനിലുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ ഈ പ്രദേശത്ത് വെസ്റ്റേൺ ബോർഡറിൽ ഭൂട്ടാനും ടിബറ്റും മറ്റത് ചൈന. അപ്പൊ ഈ ഏരിയകള് മൂന്നും ഇവിടെ അരുണാചൽ പ്രദേശിന്റെ ചുറ്റുവട്ടിൽ വരുന്നതുകൊണ്ട് അവിടെയും വലിയൊരു ഇഷ്യൂ ആയി. ഇനി കോൾഡ് വാർ ജിയോ പൊളിറ്റിക്സ്. എന്താണ് കോൾഡ് വാർ ജിയോ പൊളിറ്റിക്സ്? സമാധാനം അല്ലെങ്കിൽ ഈ ലാൻഡിന്റെ കരഭൂമിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ 1, 3, 2 കൂടെ വരുമ്പോഴത്തേക്കും കൂടുതലായിട്ട് വരും. ഈ കോംപ്ലിക്കേഷൻസിനൊക്കെ ആ സ്റ്റേറ്റിന്റെ അവരുടെ സമാധാനത്തെയും അവരുടെ ഇന്റഗ്രിറ്റിനെയും ത്രട്ടൻ ആവും. അതൊരു ഭീഷണിയാണ്. അവരുടെ ഈ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയുണ്ട്, അവരുടെ പൊളിറ്റിക്സിന് ഭീഷണിയുണ്ട്. അപ്പൊ വാർ ജിയോ പൊളിറ്റിക്സില് ഇന്റേണൽ ആയിട്ടുള്ള പൊളിറ്റിക്സും അതേമാതിരി വേറെ പാർട്ടീസ് ഇൻവോൾവ് ആവുകയും അതേമാതിരി തന്നെ ഇവരെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയും ചെയ്യുന്നു. അപ്പൊ ഇതിനെ നമ്മൾ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നു. പല അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ ആൾക്കാർക്ക്. അങ്ങനെ വരുമ്പോൾ ഇതിനെ ഒരു മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പൊളിറ്റിക്സ് ആയിട്ട് അല്ലെങ്കിൽ ജോഗ്രഫിക്കലി അഭിപ്രായ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് ഈ അതിർത്തി തർക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് ലാൻഡ്, കര, പൊസിഷൻ, ഫങ്ഷൻ, ഇതിന്റെ മൂന്നെണ്ണം മെയിൻ ആയിട്ടുണ്ട്. ഒന്ന് കര, ഒന്ന് പൊസിഷൻ, ഒന്ന് ഫങ്ഷൻ. അപ്പൊ എന്താണ് ലാൻഡ് എന്നുള്ളതൊക്കെ? ആക്ച്വൽ ലൈൻ ഓഫ് കൺട്രോൾ. അപ്പൊ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് വെച്ചാൽ അതിർത്തി. ഈ അതിർത്തി താണ്ടിയാൽ പാകിസ്ഥാൻ, ഈ അതിർത്തി താണ്ടിയാൽ ഇന്ത്യ. അപ്പൊ ക്രോസ് ചെയ്താൽ അതിര് കടന്നാൽ അവിടെ അതിർത്തി തർക്കം വന്നു, അല്ലെങ്കിൽ അവിടെ ആൾക്കാർ പോലീസുകാർ അല്ലെങ്കിൽ ബോർഡർ ആരെ പിടിക്കും. പൊസിഷണൽ തർക്കം എന്താ? പൊസിഷൻ വൈസ് പാർട്ടീസ് നമ്മൾ എഗ്രി ചെയ്യുന്നു. രണ്ട് പാർട്ടി, ഇപ്പൊ ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഒരു അഗ്രിമെന്റ് വെക്കുകയാണ്. ആക്ച്വൽ ലൈൻ ഓഫ് കൺട്രോൾ നമ്മൾ സാധാരണ കാണാറുണ്ട് നോമാൻസ് ലാൻഡ് എന്ന് പറയും. ഇവിടെ ചൈന ആണെങ്കിൽ ഇവിടെ പാകിസ്ഥാൻ ആണെങ്കിൽ ഇതിന്റെ മിഡിലില് ഒരു സ്ഥലം വരുന്നുണ്ട്. അത് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറഞ്ഞ കടലിലുമുണ്ട്. അപ്പൊ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കടലിലുണ്ട്, ടെറിട്ടോറിയൽ ലാൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് നോമാൻസ് ലാൻഡ്. അതേമാതിരി എയറിലുമുണ്ട്. നമ്മൾ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ നമ്മളുടെ കൺട്രിയുടെ മേലെ കൂടെ ഫ്ലൈ ചെയ്യണമെങ്കിൽ അത് ഒരു അയാട്ട റൂൾ അനുസരിച്ച് പെർമിഷൻ മേടിക്കണം. ഇന്ത്യയുടെ മേലെ കൂടെ ഫ്ലൈ ചെയ്ത് പോകണമെങ്കിൽ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ മേലെ കൂടെ ഫ്ലൈ ചെയ്ത് അവരുടെ ബോർഡറിന്റെ മേലെ എയറിലുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി കൺട്രോൾ എയറിലുണ്ട്. അപ്പൊ അത് ക്രോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പെർമിഷൻ മേടിക്കണം. അപ്പൊ ഈ പൊസിഷൻ എവിടെയാണ് എന്നുള്ളത്. ഇനി അത് അടുത്തതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഫങ്ഷണൽ കോൺഫ്ലിക്ട്സ് ആണ്. എന്താണ് ഫങ്ഷൻ ചെയ്യുക? കോമ്പീറ്റിംഗ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ട് ബോർഡർ ഫങ്ഷനിങ് നമ്മൾ പറഞ്ഞ പ്രകാരം
പോകാണ്ടിരിക്കുമ്പോൾ അവിടെ ഡിസ്എഗ്രിമെന്റ് വരും, അല്ലെങ്കിൽ അവിടെ അഭിപ്രായ വ്യത്യാസം വരും. ഈ അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും അത് ഏത് സംസ്ഥാനമാണെങ്കിലും അവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം വരിക, പിന്നെ അതിന് വെച്ചുകൊണ്ട് വഴക്ക് അല്ലെങ്കിൽ അടിപിടി ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. ഇനി തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ എന്താന്ന് നോക്കാം. നമ്മൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ തിയററ്റിക്കൽ ആയിട്ട് നമ്മൾ പറയുന്നു ഇത് ഇങ്ങനെ വെച്ചാൽ മതി, അത് ഇങ്ങനെ ക്രോസ് ചെയ്താൽ മതി. പക്ഷെ പ്രാക്ടിക്കലി ചെയ്യുമ്പോഴായിരിക്കും ഈ വ്യത്യാസങ്ങൾ വരുന്നത്. പോസിറ്റീവ് ആയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അപ്രോച്ച് കൊണ്ടും നമ്മൾ ഒരു ഡിസ്റ്റർബൻസ്, ഇപ്പൊ ചൈനയുടെ കോൺഫറന്റേഷൻ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്, പാകിസ്ഥാന്റെ കോൺഫറന്റേഷനും ഉണ്ടായിട്ടുണ്ട്. കാരണങ്ങള് ഈ പറയുന്നതായിരിക്കില്ല പ്രവർത്തിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഓരോ ചൈനയുടെ മാവോ സേതുങ്ങിന്റെ ആയാലും ശരി, മാർക്സിസ്റ്റ് ആയാലും ശരി, ഓരോ ഐഡിയാസ് ഉണ്ട്. അവരുടെ ഐഡിയാസ്, വ്യൂസ്, ആ വ്യൂസും ആ റിയലൈസേഷൻ ഓഫ് ദ വ്യൂസ് പിന്നെ ഇത്രത്തോളം ലിബറൽ ആയിട്ട് നമ്മൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ അത് പറയുന്നത് മാതിരിയല്ല പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോൾ, അങ്ങനെ വരുമ്പോഴും നമുക്കിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. മാർക്സിസം, ഈ ഓരോ പാർട്ടി ഉണ്ടാകുമ്പോൾ ആ പാർട്ടിയുടെ തലവന്റെ കാറൽ മാർക്സിന്റെ സിദ്ധാന്തങ്ങളാണ് നമ്മൾ മാർക്സിസം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കാറൽ മാർക്സിന്റെ സിദ്ധാന്തങ്ങൾ വാല്യൂ ചെയ്യുന്ന കൺട്രീനെ മാർക്സിസ്റ്റ് കൺട്രി എന്ന് പറയും. ഇപ്പോൾ ഈ പാർട്ടി സിസ്റ്റം അത് ഇന്റർനാഷണൽ ലെവലില് ഏതെങ്കിലും ഒരു ടെറിട്ടറിയിൽ, അത് ഏതെങ്കിലും ഒരു രാജ്യത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അവരുടെ അടുത്തുള്ള നേഷൻസുമായിട്ടുള്ള പവറ്, നാഷണലിസം, വാറ്, ഇത് മൂന്നും യുദ്ധമുണ്ടാവുക. ഇത് കാരണം, പവർ കാരണം യുദ്ധമുണ്ടാകുന്നു. നാഷണലിസം, നാഷണൽ ഫീലിംഗ്, എന്റെ രാജ്യം എന്നുള്ള ഫീലിംഗ് വരുമ്പോഴും പുറത്തുനിന്നുള്ളവരെ ഓടിക്കാന്നുള്ളത്, അങ്ങനെ വരുമ്പോഴും ഫീലിംഗ്. അപ്പൊ മാർക്സിസം ബിലീവ് ചെയ്യുന്നത് എന്താ വെച്ചാല് എല്ലാരും ബേസ്ഡ് ഓൺ ബിലീഫ്, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ എക്കോണമി, നിങ്ങളുടെ നേഷന്റെ എക്കോണമിനെ ആയിരിക്കണം പ്രാധാന്യം കൊടുത്ത് നമ്മൾ ഇൻട്രസ്റ്റ് കൊണ്ടുവരേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വളരെ വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും ക്ലാഷ് ഉണ്ടാവും. ക്ലാഷ് എന്ന് വെച്ചാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരിക. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം നിങ്ങൾക്ക് രാജ്യങ്ങൾ തമ്മിലുള്ള വഴക്കിനോ അല്ലെങ്കിൽ അറ്റാക്കിനോ ഉള്ള ചാൻസസ് കൂടുതലുണ്ട്. ഓക്കെ, ഇനി നോർമേറ്റീവ് തിയറി എന്താന്ന് വെക്കാം. നോർമേറ്റീവ് തിയറിയിൽ നമ്മൾ നോക്കുന്നത് ഒരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ്, ഒരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ഒരു അഭിപ്രായ വ്യത്യാസം എന്തുകൊണ്ട്, എന്തിന്റെ ബേസിസില്, ഏത് വിശ്വാസത്തില്, കൺസെപ്ഷൻസ്, ജസ്റ്റിസിന്റെ അല്ലെങ്കിൽ ന്യായത്തിന്റെ പരിണാമം കിട്ടാണ്ട് വരുമ്പോഴാണ് അവിടെ ഈ അഭിപ്രായ വ്യത്യാസം വരുന്നത്. അപ്പൊ ഈ നോർമേറ്റീവ് തിയറി പ്രകാരം ഓരോ രാജ്യത്തിനും അവരുടേതായ കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്, നാഷണൽ ഹിസ്റ്ററി ഉണ്ട്, നാഷണലിസ്റ്റിക് സെന്റിമെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഇന്ത്യൻ പതാക എടുത്ത് ചവിട്ടി താത്തിയാൽ ഡെഫിനറ്റ് ആയിട്ട് പോലീസ് പിടിക്കും. കാരണം അവിടെ നാഷണലിസ്റ്റിക് സെന്റിമെന്റൽ വാല്യൂസ് ആണ്. അതെടുത്ത് നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ചില കണ്ടീഷൻസ് ഉണ്ട്. ഈ നാഷണൽ ഫീലിങ്സും നാഷണൽ ഹിസ്റ്ററീസും ഒക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് അതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴോ പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോഴോ വളരെ സൂക്ഷിക്കണം. കാരണം അത് എല്ലാ നേഷനിലും ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതേമാതിരി ഈ ഇഷ്യൂവിനെ നമ്മൾ നോർമേറ്റീവ് തിയറി എന്ന് പറയുന്നു. കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യതയുള്ളതിനാണ് നമ്മൾ നോർമേറ്റീവ് തിയറി എന്ന് പറയുന്നത്. ഈ തിയറി കൊണ്ട് തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മില് പാകിസ്ഥാന്റെ ഡിമാൻഡ് ഈ കാശ്മീർ ഞങ്ങളുടെ ഏരിയ ആണെന്നും അവരുടെ ഡിമാൻഡിനെ നമ്മൾ അത് സാധൂകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ആ ഇഷ്യൂ അവിടെ നോർമേറ്റീവ് ഇഷ്യൂവിന്റെ എക്സാമ്പിൾ ആണ് കാശ്മീർ ഇഷ്യൂ. ഇനി ബൈലാറ്ററൽ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട്സ്. ബൈ എന്ന് വെച്ചാൽ രണ്ട് കൺട്രികൾ തമ്മിലുള്ള അഭിപ്രായ വഴക്ക് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ലോങ്ങസ്റ്റ് ഫ്രോണ്ടിയർ ആണുള്ളത്, ലോങ്ങസ്റ്റ് നീളം കൂടിയ, അല്ലെങ്കിൽ ചൈന വാൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചൈന വാളിന്റെ ബോർഡറിന്റെ. അപ്പോ ഈ അതിർത്തിയിൽ ബൈലാറ്ററൽ കോൺഫ്ലിക്ട്സ് അഡ്ജസ്റ്റ്മെന്റും അല്ലെങ്കിൽ എസ്കലേറ്റ് ചെയ്ത് നാളെ അത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് വലുതായി ഭയങ്കര ഒരു വാറിന്റെ സിറ്റുവേഷനിൽ തന്നെ വന്നിട്ടുണ്ട്.
ചൈന ഇപ്പോഴും നമ്മളുടെ ബോർഡറിൽ ഇങ്ങനെയൊക്കെ അവരുടെ ഒരു ആർമി വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചാൽ കാണാൻ പറ്റും. അവർ ആർമി കൊണ്ടുവരും. അവരൊരു കുറച്ചായിട്ട് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ചൈനീസിന്റെ ഒരു ടാക്ടിക്സ് ആണത്. അപ്പൊ അവരുടെ ഫ്രിക്ഷൻ നമ്മുടെ റീജിയനിലും ന്യൂക്ലിയർ പവേഴ്സ് കൊണ്ടുവരാനും അല്ലെങ്കിൽ അവരുടെ ബോർഡറിൽ കൊണ്ടുവന്ന് തയ്യാറാക്കി എപ്പ വേണമെങ്കിലും ഈ അറ്റാക്ക് ചെയ്യാം, ഇന്ത്യനെ അറ്റാക്ക് ചെയ്യാന്നുള്ള ലെവത്തില് സെറ്റപ്പ് ആക്കി വെക്കുക. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യണം? നമ്മുടെ ഗവൺമെന്റ് അതിന് പ്രിക്കോഷൻ ആയിട്ട് പ്രിവെൻഷൻ ആയിട്ട് നമ്മളും അത് തയ്യാറായിട്ടിരിക്കണം. അത് ചെറിയ ഒരു ലൈൻ ഓഫ് ഹെയർ ലൈൻ വ്യത്യാസമാണ് വരുന്നത്. തയ്യാറായിട്ടിരിക്കണം. എപ്പോഴും ആരുടെ അറ്റാക്ക് വന്നാലും നമ്മൾ തയ്യാറായിട്ടിരിക്കുക എന്നുള്ളതാണ് ബോർഡറിലുള്ള ജവാന്മാരുടെ അവരുടെ ഡ്യൂട്ടി. അപ്പൊ അങ്ങനെ അവർ ബോർഡർ ഇഷ്യൂ നോക്കിയില്ലെങ്കിൽ ഇന്റേണൽ ആയിട്ട് നമ്മളുടെ സമാധാനം, ഇന്ത്യയുടെയോ അല്ലെങ്കിൽ ചൈനയുടെയോ അകത്തുള്ള സമാധാനം കുറയും. അതേമാതിരി തന്നെ പുരോഗതിയും എഫക്റ്റ് ആവും, ഹെൽത്ത് എഫക്റ്റ് ആവും. വാർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് വരും. ഇത് മനസ്സിലാക്കി വേണം നമ്മൾ പോവാൻ. ഇനി ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്ട്സിനെ പറ്റി പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലൊക്കേഷൻ വൈസ് നമ്മൾക്ക് വ്യത്യാസമുണ്ട്, പൊസിഷൻ വൈസും നമുക്ക് വ്യത്യാസമുണ്ട്, ഓപ്പറേഷണൽ കോൺഫ്ലിക്ട്സും ഉണ്ട്. ഓപ്പറേഷണൽ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡിന്. അപ്പൊ ഇതിന് രണ്ടിനും രണ്ട് രാജ്യത്തിനും അവനവൻ്റെതായ ഇന്റർനാഷണൽ ബൗണ്ടറീസ് ഉണ്ട്. ഈ ബൗണ്ടറീസ് ക്രോസ് ചെയ്യാണ്ടിരുന്നാൽ മതി. നമ്മുടെ ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നടത്തുകയും നമുക്ക് പുരോഗമനം ചെയ്തു പോകാം. പക്ഷെ എപ്പോഴാണോ ഒരാള് ബൗണ്ടറി കടന്ന്, ഇന്റർനാഷണൽ ബൗണ്ടറി, ഇന്ത്യയുടെ ബൗണ്ടറി കടന്ന് ഇന്ത്യക്കാരും പാകിസ്ഥാന്റെ ബൗണ്ടറി കടന്ന് പാകിസ്ഥാനും വന്നു കഴിഞ്ഞാൽ അത് കോൺഫ്ലിക്റ്റിനുള്ള കാരണമായി വരും, അല്ലെങ്കിൽ വഴക്കിനുള്ള കാരണമായി വരും. ഈ 74 കൊല്ലത്തിൽ ഇത്രയും സെന്റേർഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഫ്രീഡം കിട്ടിയ ശേഷം അതിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുമുണ്ട്. വളരെ പെട്ടെന്നായിരുന്നു അവര് ഈ അൽ-ഖൈദന്റെ ഒക്കെ ഇന്നലെ ഞാൻ പറഞ്ഞ മാതിരി നമ്മളുടെ എയർക്രാഫ്റ്റ് അവിടെ പോയി അവരുടെ ട്രെയിനിങ് സെന്റർ അടിച്ചിട്ട് വരിക. കാരണം കമ്പാരിറ്റീവ്ലി ഇന്ത്യ കുറച്ച് മിലിറ്ററി വൈസ് സ്ട്രോങ് ആണ്. അപ്പോൾ ഇവര് പാകിസ്ഥാന്റെ ഏരിയയില് അവിടെ ട്രെയിനിങ് കൊടുക്കുക, മിലിറ്ററി ട്രെയിനിങ് കൊടുക്കുക, ഹൈഡ് ഔട്ട് കണ്ടുപിടിച്ചിട്ട് ഇന്ത്യ എയർ അറ്റാക്ക് നടത്താറുണ്ട്. ഇനി സർ സിറിയൽ റെഡ്ക്ലിഫ്, ഇത് ബ്രിട്ടീഷ് ബാരിസ്റ്റർ ലോയർ ആണ്. അങ്ങേര് ഇന്ത്യ വരുന്ന സമയത്ത്, അതായത് ഈ പാകിസ്ഥാൻ ഇന്ത്യ ഡിവിഷൻ സമയത്താണ് പുള്ളി വരുന്നത്. പുള്ളി ഇന്ത്യനെ പറ്റി അറിയില്ല, കണ്ടിട്ടുമില്ല. പക്ഷെ ഡിവിഷൻ അനൗൺസ്മെന്റ്, ഡിവിഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്ന് പറയുമ്പോൾ പുള്ളിയാണ് ഇന്ത്യനെ കാണാത്ത ആള്, ഇന്ത്യ വിസിറ്റ് ചെയ്യാത്ത ആളാണ് ഈ പോളിസിയൊക്കെ ഉണ്ടാക്കുന്നത്. ഈ പോളിസിയൊക്കെ ഉണ്ടാക്കി വന്ന സമയത്ത് കുറെ ഗ്രാമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആയി പോയി. പുള്ളിയെ കണ്ടിട്ടില്ല. ഒരു ഡോക്യുമെന്റേഷൻ ആണ് ചെയ്യുന്നത്. ഇങ്ങനെ വരച്ച് അങ്ങനെ വരച്ച് ഈ ഭാഗം പാകിസ്ഥാന്, ഈ ഭാഗം ഇന്ത്യക്ക് എന്ന് പറഞ്ഞ് ഇന്ത്യ വിസിറ്റ് ചെയ്യാത്ത, ഇന്ത്യനെ പറ്റി ഒന്നും അറിയാത്ത ഒരാൾ ചെയ്യുമ്പോൾ വരുന്ന എററാണ് അവിടെ വന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പാകിസ്ഥാൻ ബോർഡറും പാകിസ്ഥാനും ഇന്ത്യയിലും കുറെ സെറ്റിൽമെന്റ്സും നമ്മളുടെ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇതില് മുസ്ലിം 5 മെമ്പർ ടീം ഉണ്ടാക്കുകയും ആ ടീം വഴി 2 മുസ്ലിംസ് 2 ഹിന്ദുസ്, അങ്ങനെയാണ് ഈ ബോർഡർ ഡിസൈഡ് ചെയ്യുന്നത്. ഇന്ത്യ പാകിസ്ഥാന്റെ ബോർഡർ എങ്ങനെ ഡിഫൈൻ ചെയ്തെടുത്തത് ഈ സർ സിറിൽ റെഡ്ക്ലിഫ് ആണ്. അപ്പൊ ഇതില് ഏറ്റവും അന്നത്തെ കാലത്ത് ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും ഇന്ത്യയും, ഇതാണ് 3 കൺട്രിയില്. അപ്പൊ ഇതില് ലേറ്റർ ഓൺ നമുക്ക് പിന്നെയും ഈ ചെറിയ ഇഷ്യൂസ് ലേറ്റർ ഓൺ വലിയ വാറായിട്ട് വന്നിട്ടുണ്ട്. സർ ക്രിക്ക്, ഇവിടെ ഈ ക്രിക്ക് എന്ന് പറയുന്നത് 60 കിലോമീറ്റർ ലോങ് കച്ചിന്റെ അതിർത്തിയാണ്. കച്ച് എവിടെയാ വരുന്ന വെച്ചാൽ ഗുജറാത്തിന്റെയും സിന്ധിന്റെയും ഇടയിലായിട്ട് വരുന്നു. അപ്പോ സിന്ധ് പാകിസ്ഥാനിലും, അന്ന് പാകിസ്ഥാൻ ആയിരുന്നില്ല, ഭാരതമായിരുന്ന സമയത്ത് അത് നമ്മുടെ രാജ്യമായിരുന്നു. പക്ഷെ ഭാഗം വെച്ചതിന് ശേഷം, 2 നേഷൻ വന്നതിന് ശേഷം സിന്ധ് എന്ന് പറയുന്ന ഭാഗം പാകിസ്ഥാനിലും കച്ച് എന്ന് പറയുന്ന ഭാഗം ഗുജറാത്തിലും വരുന്നു. അപ്പോൾ ഇതിന്
ഈ ക്രിക്കിന് ഒരു ഡിഫറൻസ് വന്നത് പാകിസ്ഥാൻ ബോർഡറിൽ കൂടെ വരുമ്പോഴത്തേക്കും 2 കൺട്രികൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു ക്രിക്ക് തെൽബെക് തിയറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു തിയറി ഉണ്ടാക്കുന്നുണ്ട്. ഈ തിയറി പ്രകാരം പാകിസ്ഥാന്റെ ബോർഡർ ഈ റിവറിന്റെ ഈസ്റ്റേൺ ഭാഗത്ത് കൂടിയാണ് പോകുന്നത്. അതേസമയം നമ്മളുടെ സ്വാംബി ടെറൈൻ അല്ലെങ്കിൽ നമ്മളുടെ കരപ്രദേശം എങ്ങനെ മാർഷൽസ് ലാൻഡ് വഴിയും പെട്രോളിയം റിസോഴ്സസും ഫിഷസും ഉള്ള കോണ്ടിനെന്റൽ ഷെൽഫ് ഉള്ള ഭാഗമായിട്ടും മാറും. ഇതാണ് കാരണം. അപ്പൊ അവിടെ കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറയുമ്പോഴത്തേക്കും ചരിത്രപരമായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ട് അവിടെ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും, മിനറൽ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും. ആ കോണ്ടിനെന്റൽ ഷെൽഫിൽ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും. അത് യൂസ്ഫുൾ ആവും ആ പെർട്ടിക്കുലർ കൺട്രിക്ക്. ഇനി ബാലിഗാർ ഡാം, എന്തുകൊണ്ടാണ് ഈ ഡാം പ്രോജക്റ്റ് കൊണ്ടുവന്നത്? ജലം റിവറില് നമ്മള് ബാരേജ് കെട്ടി അല്ലെങ്കിൽ വെള്ളം നിർത്തി ഇന്ത്യ പ്രപ്പോസ് ചെയ്യാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നതിന് ശേഷം കാശ്മീർ വാലിയിൽ പാകിസ്ഥാനില് വയലേഷൻ വരുന്നു. ഇൻഡസ് വാട്ടർ ട്രീറ്റി 1960 ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നുണ്ട്. ഇത് പിന്നാലെ അടുത്ത ടോപ്പിക്കിൽ ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്, ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഇതില് ഇസ്ലാമാബാദിലെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ അവരുടെ വാട്ടർ സപ്ലൈ, അവർക്ക് വാട്ടറിന്റെ പ്രശ്നം വരാണ്ടിരിക്കണം, യൂട്ടിലൈസ് ചെയ്യുന്നത് ഇന്ത്യ യൂട്ടിലൈസ് ചെയ്യുന്ന പാകിസ്ഥാന്റെ പ്രശ്നം മുഴുവനും ഇന്ത്യ എത്രത്തോളം ഈ ഇതിനെ കൺട്രോൾ ചെയ്യും, വാട്ടർ കൺട്രോൾ ചെയ്യും, എക്സ്പ്ലോയിറ്റ് ചെയ്യുമോ, അങ്ങനത്തെ ഒരു അധികാര അല്ലെങ്കിൽ ആ ഒരു പരിഭ്രമം അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡാം കൺസ്ട്രക്ഷൻ ചെയ്ത് ചെനാബ് റിവറില് ഡാം കൺസ്ട്രക്ഷൻ ചെയ്യും. ഇന്ത്യൻ സൈഡ് ആ കൺസ്ട്രക്ഷൻ ചെയ്ത് വരുന്നപ്പോഴത്തേക്കും അവർക്ക് ടെൻഷൻ കൂടുതലായി. നമ്മൾക്ക് ഇപ്പൊ വളരെ കൂളായിട്ട് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമും കേരള തമിഴ്നാട് കാവേരി ബോർഡറിൽ. അപ്പോ ഈ ഡാം കെട്ടി വരുമ്പോഴത്തേക്കും അവരുടെ ഓരോ ഏരിയയിലുള്ളവർക്കും ടെൻഷൻ കൂടും. ഡാം പൊട്ടിയാൽ എങ്ങനെ പോകും, ഡാമിൽ നിന്ന് എത്ര വെള്ളം ഈ കൺട്രി ഉപയോഗിക്കും. അപ്പോ റിലീസ് ചെയ്യുന്നത്, മഴക്കാലത്ത് റിലീസ് ചെയ്യുന്നതും ഇത്ര ശതമാനത്തിന് മേലെ പോവാൻ പാടില്ല എന്നുള്ള ഒരു മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സ്ട്രോങ്, വളരെ ഓൾഡ് ഡാമാണ്. എനി സമയം എപ്പോ വേണമെങ്കിലും പൊട്ടിയാൽ എന്തൊക്കെ പരിണാമം എന്നുള്ളത് നിങ്ങൾ പേപ്പറിൽ വായിച്ച് മനസ്സിലാക്കാം. ഇനി വാട്ടർ വാർ. ഇതെന്താ വാട്ടർ വാർ? ഈ വാട്ടർ വാർ എന്ന് വെച്ചാൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി പ്രകാരം 1960 ഈ ട്രീറ്റി സൈൻ ചെയ്യുന്നത്. ഇതിന്റെ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത് റൈറ്റ്സ്, അതിന്റെ ഉപയോഗിക്കാനുള്ള അവകാശം. ഈസ്റ്റേൺ റിവേഴ്സ് ഏത് പോയിന്റ് വരെ? പാകിസ്ഥാൻ പോയിന്റ് വരെ ഫ്ലോ ചെയ്യുന്ന വെള്ളം നമുക്ക് ഉപയോഗിക്കാം. അതേസമയം പാകിസ്ഥാന് അവർക്ക് കിട്ടിയ അവകാശം വെസ്റ്റേൺ റിവേഴ്സ്, അവർക്ക് പാകിസ്ഥാന്റെ വെസ്റ്റിലുള്ള റിവേഴ്സ് അവർക്ക് ഉപയോഗിക്കാം. ഇതാണ് വാട്ടർ വാഴ്സിന്റെ ഒരു ഫ്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഫ്ലോ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ പോക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്സ്ട്രീം ഫ്ലോ അല്ലെങ്കിൽ അപ്പർ ഹാൻഡ് ഇൻഡസിനാണ് കൂടുതലായിട്ട് വരുമ്പോൾ, അപ്പൊ ഈ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് ഒഴുകുകയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുക എങ്ങനെയായാലും വിരോധമില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് അഡ്വാൻറ്റേജ് ബ്രിങ്ങിങ്, ആ വാട്ടർ ഇഷ്യൂവിനെ ബ്രിങ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വാട്ടർ ഇഷ്യൂവിനെ പറ്റി പരാമർശിക്കാനുള്ള ഒരു കാരണമായി വരുന്നുണ്ട്. ഇനി ഗ്ലേസിയർ, സിയാച്ചൻ ഗ്ലേഷ്യർ. ഇത് ലോകത്തിലെ വലിയ ഒരു ഗ്ലേഷ്യർ ആണ്. ഇത് കാരക്കോണം മൗണ്ടൻ റേഞ്ചിലാണുള്ളത്. ഹിമാലയൻ മൗണ്ടൻ റേഞ്ചില് കാരക്കോണം മൗണ്ടൻ. അത് ഇത്രയും നീളം 76 കിലോമീറ്റർ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ, മഞ്ഞ് മലകളുള്ള സ്ഥലത്തിനാണ് നമ്മൾ ഗ്ലേസിയേഴ്സ് എന്ന് പറയാം. ഈ മഞ്ഞ് മലയിൽ കൂടെ ഈ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് തുടങ്ങി അതിങ്ങനെ നീർന്ന് ഇന്ത്യന്റെ പടം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്ത്യ ഇങ്ങനെ വന്ന് കാരക്കോണം ചൈനീസ് ബോർഡർ വരെ വരുന്നുണ്ട്. അപ്പോ US ഡിഫൻസ് മാപ്പിംഗ് ഏജൻസി പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ പാകിസ്ഥാന്റെ ഫ്രോണ്ടിയർ ഒരു പൊസിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സിയാച്ചൻ ഗ്ലേസിയറിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഡിസ്പ്യൂട്ടിന് കാരണമാകും. ഇപ്പോ പ്രസന്റ് ആയിട്ട്
ഈ പാകിസ്ഥാനില് ഒരു ഏരിയ സിയാച്ചിന്റെ ഒരു ഭാഗം അവരുടെ കൺട്രോളിലുണ്ട്. അപ്പൊ ഈ മഞ്ഞ മല ഒഴുകി വരുന്നു, അല്ലെങ്കിൽ മഞ്ഞുമലകളുടെ അതും ഒരു കാരണമാണ് ഈ അഭിപ്രായ വ്യത്യാസത്തിനും ബോർഡർ അല്ലെങ്കിൽ അതിർത്തി തർക്കത്തിനും അതും കാരണമായിട്ട് വരുന്നുണ്ട്. ഇനി ലോങ്ങസ്റ്റ് ഗ്ലേഡിഷ്യറിൽ ഈ ഗ്ലേസിയറിൽ ഏറ്റവും വലിയ ലോങ് എക്സ്പെഡീഷൻ പോയിട്ട്, എക്സ്പെഡീഷൻ വെച്ചാൽ അതിനെപ്പറ്റി ഒരു ദീർഘമായ യാത്രയ്ക്ക് പോവുകയും അതുവഴി അതിൻ്റെ ബേസ് ക്യാമ്പിൽ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ തെഹംറി റിവേഴ്സിന് അതിൽ ഉത്ഭവിച്ചിട്ടുള്ള അതിൽ നിന്ന് വരുന്ന നദികളെ പറ്റി റിസർച്ച് ചെയ്യുക. ഇങ്ങനെ ജർമ്മൻ ടെലിവിഷൻ ഇതിനെപ്പറ്റി വലിയ ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കി. ഈ ഡോക്യുമെന്ററിയുടെ പേരാണ് എക്സ്പെഡീഷൻ ടു ദ ലോങ്സ്റ്റ് ഗ്ലേസിയർ. ഇത് പുറത്തു വരുമ്പോഴത്തേക്ക് അത്രയും ഈ ഡോക്യുമെന്ററി ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പോയി അവർ ഇത് മുഴുവൻ ഷൂട്ട് ചെയ്തെടുത്ത് അതിന് ടെലികാസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും വേൾഡ് നോളേജ് ആണ് കിട്ടുന്നത്. ഈ വേൾഡ് നോളേജ് വഴി ബാറ്റിൽ ഗ്രൗണ്ടിലേക്ക് ഈ ആർമീനെ ഇറക്കി വിടാനുള്ള ഒരു ചാൻസസ് വരുന്നുണ്ട്. കാരണം ഇത്രയും വലിയ വലിയ ഗ്ലേസേഴ്സ്, നമ്മളുടെ 5000 മീറ്റേഴ്സ് സീ ലെവലിന്റെ മേലെയാണ് ഗ്ലേസേഴ്സ്. സീ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഒരു മലയിന്റെ ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് എവിടെ സ്ഥിതി ചെയ്യുന്നു, നമ്മളുടെ സമുദ്ര ലെവലിൽ നിന്ന് എത്ര ഉയരം, അങ്ങനെയാണ് നമ്മൾ അതിന്റെ മലയിന്റെ ഉയരം അടക്കുക. അപ്പൊ സ്റ്റീഫൻ കോപ്പൻ ഏഷ്യൻ എക്സ്പേർട്ട് ആണ്, സൗത്ത് ഏഷ്യൻ എക്സ്പേർട്ട് പറഞ്ഞു സിയാച്ചിൻ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്ട്രാറ്റജിക് മിലിറ്ററി ലൊക്കേഷനിലാണ് ഈ സിയാച്ചിൻ എന്നുള്ള പറഞ്ഞ ഗ്ലേസേഴ്സ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് അങ്ങേരുടെ സ്റ്റീഫന്റെ അഭിപ്രായം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ്, അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വഴക്കുകൾ എന്തിനായിരുന്നു? ലോങ്ങസ്റ്റ് ബോർഡർ, അൺമാർക്ക്ഡ് ബോർഡർ, അല്ലെങ്കിൽ മാർക്ക് ചെയ്യാത്ത ബോർഡറിനെ പറ്റിയാണ് ചൈനയും ഇന്ത്യയും തമ്മിൽ വഴക്കുകൾ ഉണ്ടായിട്ടുള്ളത്. ഈ വഴക്കുകളിൽ കൂടെ അവരെന്താ ചെയ്യുക, ലൈൻ ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ആ ക്രോസ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ദോക്കളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ 2017 ഈസ്റ്റേൺ ലഡാക്കില് 2020 സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബൗണ്ടറി ഇഷ്യൂ ആയിട്ടാണ് ഇതിന് വരുന്നത്. ഈ ഇഷ്യൂ കാരണം ഇവര് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ചൈനീസിന്റെ ആർമി കയറും, ഇന്ത്യൻ ആർമി കയറും. അവർ അറ്റാക്ക് ചെയ്യും, നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യും. ഡിഫൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. കയറി നമ്മളെ ഇങ്ങോട്ട് ഷൂട്ട് ചെയ്താൽ നമ്മൾ അങ്ങോട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എ ഡിഫൻസ്. നമ്മൾ ഡിഫൻസ് ആണ് ചെയ്യുന്നത്. ഈ അതിർത്തി തർക്കം രണ്ട് കൺട്രികളിലും ഇതിവിടെ മാത്രം കൊണ്ട് തീരുന്നില്ല. മിഡിലായിട്ടുള്ള നടുവ് ഭാഗം, വെസ്റ്റേൺ കിഴക്ക് വശവും പടിഞ്ഞാറ് വശവും ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മിഡിൽ സെക്ടറിൽ ഇപ്പോ 2000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഏറ്റവും വലുതായിട്ടുള്ള ഒരു ക്ലോസ് ഫൈനൽ റെസൊല്യൂഷന്റെ സെറ്റിൽമെന്റിൽ എത്താനുള്ള ചാൻസിൽ വന്ന് നിൽക്കുന്ന ഭാഗമാണ് ഈ മിഡിൽ സ്ഥലം. ഇനി അക്കാസായി ചിൻച ഏരിയ, ഇതെവിടെയാന്ന് വെച്ചാൽ 1958 38,000 സ്ക്വയർ കിലോമീറ്ററിൽ പോപ്പുലർലി ഈ ഏരിയന്റെ പേരാണ് അക്സായി ചിൻ ഏരിയ. ഇത് ചൈന ഓക്യുപ്പൈ ചെയ്ത സ്ഥലം. അതേസമയം ഇന്ത്യയും ഞങ്ങളുടെ ആണെന്ന് അവര് സ്ഥാപിക്കുന്നു. അതാണ് അവിടെ കാരണങ്ങൾ. ചൈന പറയുന്നു അവരുടെയാണെന്ന്, ഇന്ത്യ പറയുന്നു അവരുടെയാണെന്ന്. അപ്പൊ ഈ അക്സായി ചിൻ ഏരിയ ആളൊന്നും താമസിക്കാത്ത സ്ഥലമായെങ്കിൽ കൂടെയും അതിന്റെ സ്ട്രാറ്റജിക്കലി രണ്ട് കൺട്രികളും ഈ പഴയ, നിങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മളുടെ ചൈനയിൽ നിന്ന് സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അതായത് ഹിമാലയത്തിന്റെ റൂട്ടിൽ കൂടെ, ആ റൂട്ടിൽ കൂടെ കാരവൻസ്, അറബ്സിന്റെ കാരവൻസ് വന്നിരുന്നു. സിൽക്ക് ഇവിടെ ചൈനയിൽ നിന്ന് മേടിച്ചിട്ട് യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. സൈബർ ആൻഡ് ബൊളാൻ പാസ് കൂടെ, ഈ തുരങ്കത്തിൽ കൂടെ പോയിരുന്നു. ആ സിൽക്ക് റൂട്ടിന്റെ ഏരിയ ആണ്, അന്നത്തെ കാലത്ത് സിൽക്ക് റൂട്ടിന്റെ ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യണ വെച്ചാൽ ചൈന പറയും അവരുടെ മെജോറിറ്റി ഭാഗങ്ങൾ അരുണാചൽ പ്രദേശില്, ഈസ്റ്റേൺ അരുണാചൽ പ്രദേശത്തിന്റെ കിഴക്ക് ഭാഗം അവരുടേതാണെന്ന് ചൈന ക്ലെയിം ചെയ്യും. അരുണാചൽ പ്രദേശ് ഇപ്പൊ ചൈനയിൽ ഉള്ള ഭാഗത്തിന് സൗത്ത് ടിബറ്റ് എന്നാ പറയുന്നത്.
അപ്പോൾ അതേസമയം നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യൻ സ്റ്റേറ്റും ടിബറ്റിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഈസ്റ്റേൺ റീജിയൻ കിഴക്ക് വശത്തിലുള്ള 900 സ്ക്വയർ കിലോമീറ്റേഴ്സ് എപ്പോഴും ഒരു അഭിപ്രായ വ്യത്യാസത്തിനോ ഒരു അതിർത്തി തർക്കത്തിനോ ഉള്ള ഈ കൺട്രികൾ തമ്മിൽ, ഇന്ത്യയും ചൈനയും തമ്മിൽ വഴക്കുണ്ടാക്കാനുള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇന്ത്യ നേപ്പാൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതിർത്തി ബോർഡർ. ഇന്ത്യയും നേപ്പാളും തമ്മിൽ അതിർത്തി തർക്കങ്ങൾ വരുന്നത് ട്രേഡ് വഴിയും ആൾക്കാരുടെ മൂവ്മെന്റും കൊണ്ടും. ബോർഡർ ഇന്ത്യയും നേപ്പാൾ ബോർഡറും അതിൽ കൂടെ ആൾക്കാർ അങ്ങോട്ട് നേപ്പാളീസ് ഇങ്ങോട്ട് വരെ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിലെ സെർവന്റ് ഗേൾ നേപ്പാളിയാണ്. നേപ്പാൾ നെയ്ബറിംഗ് ടെറിട്ടറിയാണ്, ഇന്ത്യ അല്ല അവരുടേത്, പക്ഷെ നെയ്ബറിംഗ് ടെറിട്ടറിയാണ്. നാഷണൽ നമ്മള് എയർലിങ്കിൽ നോക്കുമ്പോൾ ക്ലോസ് ആണ്. അപ്പൊ ഇവിടെ എങ്ങനെ വെച്ചാൽ റോഡ് ലിങ്ക് ഉണ്ട്, ദറുച്ചല ലിപ്പുച്ച എന്ന് പറഞ്ഞിട്ട്. ഇതിന് റോഡ് വഴി ഇന്ത്യ നേപ്പാളിനും ഒരു പ്രീവിയസ് ആയിട്ട് നമ്മൾ 96 ഒരു സൈൻ ചെയ്തു, ഒരു മഹാകലി അക്കോർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു സന്ധി ചെയ്തു. അപ്പോൾ ഈ സന്ധിയിൽ എന്താ പറഞ്ഞിട്ടില്ല, നേപ്പാളിലുള്ള പൊളിറ്റീഷ്യൻസ് പറയുന്നത് ഇന്ത്യ കാലാപാനി ലിപ്പിഡക് ഡിസ്പ്യൂട്ടിന്റെ സിഗ്നിഫിക്കന്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് വരുന്നതും ഇന്ത്യ ചൈന ബോർഡറിൽ വരുന്നതും ഈ കാരണം കൊണ്ട് ഇവിടെ ഇന്ത്യ ഒരു വലിയ പവറാണ്, ചൈനയും വലിയ പവറാണ്. ഇതിന്റെ നടുവിലാണ് ഈ നേപ്പാളിന്റെ ബഫർ സോൺ എന്ന് പറയാം, ചെറിയ മിഡിലിൽ കിടക്കുന്ന ബഫർ സോണാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ന്യൂട്രലായിട്ട് പോണം എന്നുള്ളതാണ് അവരുടെ അഭിപ്രായങ്ങൾ. ഇനി ലിപ്പുലിക്, ഈ സ്ഥലത്ത് 35 കിലോമീറ്റർ സ്ട്രിപ്പ് ലാൻഡില് ബിറ്റ്വീൻ 2 നെയ്ബറിംഗ് കൺട്രീസും തമ്മിലുള്ള ഫ്രിക്ഷൻ ഉണ്ടായി. ഈ ജംഗ്ഷന് അല്ലെങ്കിൽ ട്രൈ ജംഗ്ഷൻ, ട്രൈ എന്ന് വെച്ചാൽ 3 ജംഗ്ഷൻ, ഒരു നേപ്പാള് നടുവില്, ഇന്ത്യ ഇപ്പുറത്ത്, ടിബറ്റ് ഇപ്പുറത്ത്. ഇത് മൂന്നും ഏതിന്റെ അടുത്തായിട്ട് വരുന്നു? ചൈനയുടെ അടുത്തായിട്ട് വരുന്നു. അപ്പൊ ചൈനയുടെ അടുത്തായിട്ട് വരുമ്പോൾ ചൈന കൺട്രോൾ ചെയ്യും. ഇന്ത്യയും നേപ്പാളും ക്ലെയിം ചെയ്യാണ് ഇത് ഞങ്ങളുടെ ഏരിയ ആണ്, കാലാപാനി ഞങ്ങളുടെ ഏരിയ ആണ്. ഇന്ത്യയുടെ അഭിപ്രായം ഞങ്ങളുടെ ഉത്തരാഖണ്ഡിന്റെ ഒരു ഭാഗമാണ് ഇത്. നേപ്പാൾ പറയുന്നു അവരുടെ ഡിസ്ട്രിക്റ്റ് ആയ ദറുചലന്റെ ഒരു ഭാഗമാണിത്. അപ്പൊ അവിടെയും ഈ ബോൺ ഓഫ് കണ്ടൻഷൻ അല്ലെങ്കിൽ അതിർത്തി തർക്കത്തിനുള്ള ഒരു കാരണമാണ് അല്ലെങ്കിൽ ഏരിയ ആണ് ആ ഭാഗം, കാലാപാനി. ഇനി കാലാപാനി ഏരിയ എവിടെയാന്ന് പറയാം. കാലാപാനി ഏരിയ എന്ന് പറയുന്നത് നേപ്പാളിന്റെ ഓണർഷിപ്പിൽ നോക്കുമ്പോൾ ഇത് ലിപ്പുഗാഡ് എന്ന് പറഞ്ഞ ഒരു കാലി റിവറിന്റെ അല്ലെങ്കിൽ റിവർ കാലിയുടെ അടുത്തുള്ള ഭാഗം. ആ റിവർ സോഴ്സ് വന്നാൽ അവരുടെ പാസ് കൂടെ വരുന്നു. സുഖകലി ട്രീറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയും നേപ്പാളും 1816 സൈൻ ചെയ്തു. അതിൽ കോൺഫറൻസ് വഴി ഒരു സമാധാനപരമായിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ് അവർ, അല്ലെങ്കിൽ ഒരു സന്ധിയാണ് അത് ചെയ്തത്. ആ സന്ധി പ്രകാരം ഇത് രണ്ടും കൺട്രികളും ഈ സുഖാലി ട്രീറ്റിനെ ഗൈഡ് ലൈൻ ആക്കി ബോർഡർ ലൈനിനെ ഡിവിഷൻ ചെയ്ത് അതിന് പരസ്പരം മാനിച്ചുകൊണ്ട് ജീവിച്ചു പോവുക എന്നുള്ളതാണ് ഈ സന്ധിയുടെ ഉദ്ദേശം. ഇനി കാലാപാനി ഏരിയയില് ഈ വാട്ടർ സോഴ്സ് ട്രിബ്യൂട്ടറി കാലി റിവറിലാണ് വരുന്നത്. അപ്പൊ അവർക്ക് നേപ്പാളീസിന് ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ അഭിപ്രായം. 62 ഇന്ത്യ ചൈന വാർ നടക്കുന്ന സമയത്ത് നേപ്പാൾ അവരുടെ ഇന്ത്യൻ ട്രൂപ്പിനെ അവിടെ കൂടെ പോവാനുള്ള ഡിഫൻസ് പർപ്പസിന് ചോദിക്കുന്നു. അപ്പോ ട്രൂപ്പ് ഇതിനെ എക്സെപ്റ്റ് അതിന്റെ ഈ കാലാപാനി ഏരിയ അല്ലാണ്ട് പോക്കോളാൻ പറഞ്ഞു. ഈ സമയത്ത് നേപ്പാളി ക്ലെയിം ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ വാദം എന്താന്ന് വെച്ചാല് ഞങ്ങൾ ഇത് ട്രൈ ജംഗ്ഷൻ ആയിട്ട് ഞങ്ങളുടെ ഇതിനെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ട്രൈ ജംഗ്ഷൻ അല്ലെങ്കിൽ 3 മുക്കോണ് എന്ന് പറയാം, അവിടെ നേപ്പാളീസും
ലിപിദ്യൂര നോട്ട് ലിപ്പക്. അവരുടെ അഭിപ്രായം പറഞ്ഞത് ഈ ലിപ്ലുക്ക് അല്ല, ഈ സ്ഥലമാണ് ഞങ്ങൾ ട്രൈ ജംഗ്ഷൻ, ട്രൈ എന്ന് വെച്ചാൽ മൂന്ന് ജംഗ്ഷൻ ആയിട്ട് ഞങ്ങൾ എതിനെയാണ് മാനിച്ചിട്ടുള്ളത്, ഇതിനെയല്ല എന്നാണ് ഉദ്ദേശം. ഇനി സുസ്ത എന്ന് പറഞ്ഞത് വേറൊരു ഏരിയ ആണ് നേപ്പാൾ ആൻഡ് ഇന്ത്യയുടെ നടുവില്. ഇതിനെ മാനേജ് ചെയ്ത് പോകുന്നത് ബീഹാറിന്റെ വെസ്റ്റ് ചമ്പാരൻ ഡിസ്ട്രിക്റ്റ് ആണ്. 20 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ ഷിഫ്റ്റ് ചെയ്ത് നേപ്പാളിന്റെ സൈഡിൽ വരുന്നു. അതേമാതിരി സുഹാഗലി ട്രീറ്റി നേപ്പാൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഈ ട്രീറ്റിയിൽ കൂടെ നാരായണി റിവർ, അതിനെ ഇന്ത്യയിൽ വരുമ്പോൾ അതിന്റെ പേര് ഗണ്ഡക് എന്നാണ്. ഈ ചേഞ്ചസ്, റിവർ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന റിവറിന്റെ റിവർ ബെഡ് മൂവും അല്ലെങ്കിൽ മാറി മാറി വരും. ഓരോ പ്രളയം കഴിയുമ്പോൾ നാരായണി റിവർ ഇന്ത്യ മാറി വരുന്നു. അപ്പൊ നേപ്പാളും അവരുടേതായ എൻക്രോച്ച്മെന്റ് അല്ലെങ്കിൽ അതിർത്തിയിൽ കൂടെ കടന്നു കയറ്റി 14,860 ഹെക്ടേഴ്സ് നേപ്പാളി ലാൻഡ് നമ്മളെടുത്തു എന്നാണ് അവർ നമ്മളെ പറ്റി പരാമർശിക്കുന്നത്. ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അതിർത്തി തർക്കം 496 കിലോമീറ്റർ ആണ്. ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ ഏറ്റവും ലോകത്തിലെ 5ാമത്തെ ലോങ്സ്റ്റ് ലാൻഡ് ബോർഡർ, കരമുഖാന്തരമുള്ള ബോർഡറാണ് ഈ ബോർഡർ, 5ാമത്തത്. വെസ്റ്റ് ബംഗാൾ, ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം, ഈ 5 സ്റ്റേറ്റ്സ് കൂടിയാണ് ഈ ബോർഡർ ബംഗ്ലാദേശ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എക്സഗൺ മാതിരി വരും. അപ്പോൾ പാർട്ടീഷൻ സമയത്ത്, പാകിസ്ഥാന്റെ പാർട്ടീഷൻ സമയത്തും ഈ ബോർഡർ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ബംഗ്ലാദേശും ഇതൊക്കെ ഇഗ്നോർ ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ സമയത്ത്. അങ്ങേര് ഇവിടെ റാഡ്ക്ലിഫ് വന്നിട്ടുമില്ല. അപ്പോൾ ഇന്ത്യ ഇതിന് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ബോർഡറി സെക്യൂരിറ്റി ഇഷ്യൂവിൽ ഇത് പ്രശ്നമാണെന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹിലിയിൽ പറയുമ്പോഴത്തേക്ക് ഇവിടെ സെറ്റിൽമെന്റ്, ഹിലി എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രണ്ട് ഭാഗം തുറക്കുന്നത് ഇന്ത്യയിലേക്കും ബാക്ക് ഡോർ തുറക്കുന്നത് ബംഗ്ലാദേശിലേക്കും. ഇവിടെ ഒരുപാട് വില്ലേജുകളുണ്ട്. ആ വില്ലേജ് എക്സാക്ട്ലി ബോർഡറിലാണ് താമസിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ടെറൈൻ എന്ന് പറഞ്ഞാൽ ടഫ് ടെറൈൻ എന്ന് പറയുന്ന അർത്ഥം മലമ്പ്രദേശം, ഭയങ്കര മലമ്പ്രദേശങ്ങളാണ്, മലയാണ്, ഹില്ലിയാണ്, സ്വാമ്പിയാണ്, അല്ലെങ്കിൽ കുഴി ഉണ്ടാവും, ക്രോസിംഗ് ദ ബോർഡർ. അതുകൊണ്ടാണ് അവിടെ ഒരു വേലി കെട്ടാനോ ഒരു മതിൽ കെട്ടാനോ ഫെൻസിങ് പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കുന്നത്. അതേസമയം ബംഗ്ലാദേശിന്റെ ആൾക്കാർ കൂടുമ്പോഴത്തേക്കും ഓവർ ക്രൗഡിങ് വരുമ്പോൾ ഈ 2 നേഷനും, ബംഗ്ലാദേശും ഇന്ത്യയും, ഗംഗാ വാട്ടർ ഷെയർ ചെയ്യുന്ന ഒരു കാലാവസ്ഥ ഉണ്ടാവുന്നു ഡ്രൈ സീസണിൽ. അപ്പൊ ഈ പ്രോബ്ലംസ് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇനി ശ്രീലങ്കൻ ആയിട്ടുള്ള അതിർത്തി തർക്കം നോക്കുമ്പോൾ ഐലൻഡ് ആണിത്. പേൾ ഓഫ് ഇന്ത്യൻ ഓഷ്യനിൽ കിടക്കുന്ന, നമ്മളുടെ സൗത്ത് ഇന്ത്യയിൽ നോക്കുമ്പോൾ കിഴക്ക് വശത്ത് കിടക്കുന്ന ഈ ഭാഗമാണിത്. അപ്പോൾ ഇതിന്റെ കോൺഫ്ലിക്റ്റിന്റെ കാരണം വച്ചുന്നത് തമിഴ് സ്പീക്കിംഗ് ഇന്ത്യൻസ്, മൈനോറിറ്റീസ് ആണ് അവിടെ. അതാണ് അവിടുത്തെ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസത്തിനുള്ള അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തിനും ഡാമേജും വരാനുള്ള കാരണം. ഇവർ രണ്ടുപേരും നമ്മൾ ഒരു എക്സ്ക്ലൂസീവായിട്ട് എക്കണോമിക് സോൺ 1976 സൈൻ ചെയ്തുവെങ്കിലും ഇന്ന് വരെയും ആ സെറ്റിൽമെന്റ് അവിടെ, അതായത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറിയിട്ടില്ല. ഇനി ബംഗ്ലാദേശും മയൻമാറിൽ വരുമ്പോഴത്തേക്കും ഈ ബംഗ്ലാദേശും മയൻമാർ ബോർഡർ വരുന്നത് ബംഗ്ലാദേശിന്റെയും ടെറിട്ടോറിയൽ വാട്ടേഴ്സ് അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ലാൻഡില് വ്യത്യാസം വരുന്നുണ്ട്. ഈ 270 കിലോമീറ്റർ ലാൻഡ് ബോർഡറാണ്, കര അതിർത്തി. ഇവിടെ ടെറിട്ടോറിയൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൂടെയും എക്സെപ്ഷൻ ആയിട്ട് വരുന്നത് ഒരേ ഒരു ഭാഗമാണ് റോഹിനിയ മുസ്ലിം മൈഗ്രേഷൻ. മുസ്ലിംസ് മയൻമാറിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് അവിടുത്തെ ഇഷ്യൂ. അപ്പോൾ ബംഗ്ലാദേശും മയൻമാറും തമ്മിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ്, മാരിടൈം ബൗണ്ടറിന്റെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത് നമ്മുടെ ബേ ഓഫ് ബംഗാളിലാണ്. അതായത് നമ്മളുടെ ബംഗ്ലാദേശിന്റെ താഴെ വരുമ്പോൾ ബേ ഓഫ് ബംഗാൾ. ഈ കോൺഫ്ലിക്റ്റ് വരുന്നതിന്റെ കാരണങ്ങൾ കോണ്ടിനെന്റൽ ഷെൽഫ് അവിടെയുണ്ട്, എക്കണോമിക് സോൺസ് ഉണ്ട്. ഇതിന്റെയൊക്കെ ഒരു ആക്സസ് കിട്ടാനും അവിടെയുള്ള നാച്ചുറൽ റിസോഴ്സസ്,
ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഈ കോണ്ടിനെന്റൽ ഷെൽഫില് ഒരുപാട് ഡെപ്പോസിറ്റ്സ് ഉണ്ടാവുന്നു. ഓയിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, ഗ്യാസ് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫോറസ്ട്രി ഉണ്ട്, ഫിഷറീസ് ഉണ്ട്. ഇതിന്റെയൊക്കെ ഒരു ഇതൊക്കെ കിട്ടാനുള്ള ഒരു ശ്രമം എല്ലാ 2 കൺട്രികളും നടത്തി പോകുന്നുണ്ട്. അത് രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമാണെന്നുള്ളതാണ്. ഭൂട്ടാൻ ചൈനയിൽ നോക്കുമ്പോഴും ഇതേമാതിരി തന്നെ ഭൂട്ടാനും ചൈനയുടെയും ടെറിട്ടറിയില് ഈസ്റ്റേൺ ഡിസ്ട്രിക്ട്സ് വരുന്നുണ്ട്. ദോക്കളം, സിൻചുക്, ദക്കോട്ടെ, വെസ്റ്റ് ഭൂട്ടാനില് ചൈനയുടെ സെക്ടിങ് വൈൽഡ് സാങ്ച്വറിയും ഈസ്റ്റേൺ ഡിസ്ട്രിക്റ്റിൽ വരുന്നുണ്ട്. അപ്പൊ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ അതിർത്തി തർക്കം ഇന്ത്യയുടെ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയുടെ സൂപ്രമസിയെ, ഇന്ത്യയുടെ സൂപ്രമസി ചൈനയുടെ സൂപ്രമസി റെക്കഗ്നൈസ് ചെയ്ത് പോകുന്നു. സ്കേറ്റിംഗ് വൈൽഡ് ലൈഫ് സെഞ്ചുറി, ഇത് ഭൂട്ടാനിലുള്ള ഒരു വൈൽഡ് ലൈഫ് ഏരിയ ആണ്. US ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് അതിന് ഫൈനാൻസ് കൊടുത്തിരിക്കുന്നത്. 2020 അത് വലിയ ഗമയില് കൊണ്ടുവന്നത്. ചൈനീസ് റെപ്രസെന്റേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. ദോക്കളം അതിനെമാതിരി ടെൻഷൻ ഇന്ത്യ, ഭൂട്ടാൻ, ചൈന ഇതിന്റെ ഈ ലൈനിൽ ഒരു ഇതായിട്ട് വരും. ട്രൈ ജംഗ്ഷൻ ക്ലെയിം വരുന്നുണ്ട് ഇവിടെയും. ഈ ട്രൈ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ മൂന്ന് കൺട്രികളിൽ നിന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെയും ഇന്ത്യ, ഭൂട്ടാൻ, ഈ ബംഗ്ലാ ക്ലെയിം വരുന്നത്. ചൈനീസിന്റെ 89 കിലോമീറ്റർ സൗത്ത് ആണ് ട്രൈ ജംഗ്ഷൻ ക്ലെയിംഡ്. ഇതിലെ ക്ലെയിം ചെയ്ത് വരുന്നത് ഞങ്ങളുടെ ആണെന്ന് ഇന്ത്യയും ഭൂട്ടാന്റെ ആണെന്ന് അവരും. ദോക്കളമാണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഏരിയ. ഇനി അടുത്ത് നമ്മൾ ചിക്കൻ സ്നെക്ക് എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യൻ ബോർഡറിൽ വനറബിളായിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സിൽഗുരി കോറിഡോർ. ഈ സിൽഗുരി കോറിഡോറിനെയാണ് ചിക്കൻ സ്നെക്ക് എന്ന് കളിയാക്കി പറയുന്നത്. അപ്പോൾ ഈ ചൈനീസിന്റെ ആർമി ഓക്യുപ്പൈ, ഞാൻ നേരത്തെ പറഞ്ഞു ആർമി ഓക്യുപ്പൈങ് ഏരിയ ഉണ്ട്. അവിടെ ദോക്കള വഴി വന്ന് ഭൂട്ടാൻ ആർമി ക്യാമ്പ് ചെയ്യുന്ന സോൽപെരി, ഈ 73 സ്റ്റാൻഡ് ഓഫ് ട്രൈക്ലിംഗ് ഏരിയയില് ചൈനയും ഇന്ത്യൻ ഫോഴ്സസ് തമ്മിൽ എപ്പോഴും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഡിസ്പ്യൂട്ട്, അതേമാതിരി തന്നെ ഇന്ത്യ പാകിസ്ഥാൻ 47 ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിരുന്നു, റിവിഷൻസ് ഉണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാൻ അതേസമയം എത്രത്തോളം ഡിമാൻഡ് ചെയ്ത് വരുന്നോ അതിനെ പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക. അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും വലിയ യുണൈറ്റഡ് നേഷൻസിന്റെ ഓർഗനൈസേഷനിൽ വന്നത്. പാകിസ്ഥാന്റെ അഡ്മിഷൻ അവർ സമ്മതിച്ചില്ല. അപ്പോൾ അതേമാതിരി തന്നെ അഫ്ഗാനിസ്ഥാൻ എന്താ ചെയ്ത വെച്ചാല് വാറിനെ, ഡൊറാൻഡ് ലൈൻസിനൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ പാകിസ്ഥാൻ ഈ ഡൊറാൻഡ് ലൈൻ ജെന്യുവിൻ ആണെന്നുള്ളതും അവരുടെ ഒരു അഭിപ്രായമാണ്. അതിനെ സക്സസർ സ്റ്റേറ്റ് ബ്രിട്ടീഷ് ഇന്ത്യ ആ സമയത്ത് സ്വീകരിച്ചിരുന്നു. സർ മൊർപെർ ദുറൻഡ് ഇതിലെ സെക്രട്ടറി ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഖൈബർ പാസ് വഴി ഇന്ത്യയിലേക്ക് വരുന്ന ആ പാസിനെയാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ സെഞ്ചുറിയിൽ 19ാം നൂറ്റാണ്ടിൽ റഷ്യൻ ബ്രിട്ടീഷ് സെഞ്ചുറീസ് ഉണ്ടായിരുന്നു. എൻറ്റയർ ബ്രിട്ടീഷ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഈ റീജിയനെ എത്തനിക് സെൻസിബിലിറ്റീസ് എന്ന് പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്തിരുന്നു. ദുറാൻഡ് ലൈനിൽ കൂടെ പാസ്തു ട്രൈബൽ ഏരിയ ആണ്. ഇവിടെ ട്രൈബൽസ് ആണ് താമസിക്കുന്നത്. ആ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയില്, ആ സമയം അഫ്ഗാനിസ്ഥാനും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ ട്രഡീഷണലായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഒരു പ്രത്യേകത, അവരുടെ ഡിമാൻഡ്, ഞങ്ങൾക്ക് ഈ ഏരിയ വേണം, പസ്തുദാൻ എന്ന് പറഞ്ഞ ഏരിയ വേണമെന്നും, അവിടെയുള്ള മുസ്ലിംസ് ആണ് ഇതിന് മെജോറിറ്റി ആൾക്കാര്. എത്തനിക് ഗ്രൂപ്പാണ്. ഈ എത്തനിക് ഗ്രൂപ്പും അഫ്ഗാനിസ്ഥാനിലെ ലാർജസ്റ്റ് ഗ്രൂപ്പാണ്. അവരും ഈ നാഷണലിസത്തിന്റെ ബേസിലാണ് അവർക്കും ഈ നാഷണൽ കൺട്രോൾ വേണമെന്നാണ് ഡിമാൻഡ് ചെയ്തത്. ഈ പസ്തുദാന്റെ ഡിമാൻഡില് പഞ്ചാബി റൂൾ ഉണ്ട്. അതിൽ എൻകറേജ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ പാസ്തുവൻസ് ആണ്. അതേമാതിരി തന്നെ അവരുടെ ഡേഞ്ചർ പാകിസ്ഥാന്റെ അതിർത്തിയും പാകിസ്ഥാന്റെ യൂണിറ്റിയും പ്രശ്നം വരുന്നുള്ളതാണ് കാരണം. ഇനി ഇതിലെല്ലാം കഴിഞ്ഞാലും ഇത്രയും ഉണ്ടെങ്കിൽ കൂടിയും നമ്മളുടെ കാര്യങ്ങൾ ഇനി അടുത്ത യൂണിറ്റിൽ നമുക്ക് പരാമർശിക്കാം. വാട്ടർ ഡിസ്പ്യൂട്ട്സ്. ഈ വാട്ടർ ഡിസ്പ്യൂട്ട്സ് വരുമ്പോൾ എത്രത്തോളം വെള്ളം നമ്മൾ വഴക്കടിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അഫ്ഗാനിസ്ഥാനില്, ബംഗ്ലാദേശില്
ഈ 1 മില്യൺ ആൾക്കാരാണ് അവിടെ ജീവിക്കുന്നത്. അപ്പൊ അവർക്ക് ഇറിഗേഷനുള്ള വെള്ളം വേണം. ലാൻഡ് ഉണ്ട്, അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ട്. ഇൻലാൻഡ് നാവിഗേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ അകത്തുള്ള നാവിഗേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. ഇപ്പൊ ലൈക്ക് ആലപ്പിയിലെ ഇൻലാൻഡ് നാവിഗേഷൻ, ആലപ്പിന്ന് എറണാകുളം വരാം, ബോട്ട് വഴിയും വരാൻ പറ്റും. അത് ഇൻലാൻഡ് നാവിഗേഷൻ. ഹൈഡ്രോ പവർ ഉണ്ടാക്കാം, ഫിഷറീസ് ഉണ്ടാക്കാം. ഇതിനെയൊക്കെ ഉപയോഗിക്കാനുള്ള വെള്ളം എങ്ങനത്തോളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഈ സമയത്താണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ട്രീറ്റി സൈൻ ചെയ്തു. അതേമാതിരി ഗംഗ ട്രീറ്റിയിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ട്. വാട്ടർ ഈസ് ലൈഫ്. നമ്മൾ എന്താ പറയാ, വെള്ളമില്ലെങ്കിൽ ജീവനില്ല. അപ്പൊ വെള്ളത്തിന്റെ പറ്റിയുള്ള പരാമർശം ഹിന്ദുയിസത്തിലുണ്ട്, ഖുറാനിലുണ്ട്, മുസ്ലിം ഇതിലുണ്ട്, ബൈബിളിലുണ്ട്. വെള്ളം എന്ന് വെച്ചാൽ ജീവൻ എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാനറ്റ്, ഈ വെള്ളത്തിന്റെ അംശമുള്ള എർത്താണ് ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ തന്നെ ഈ പ്ലാനറ്റ് ഇത്രയും വെള്ളമുണ്ടെങ്കിൽ അത് പല വിധത്തിലാണ്. ഫ്രോസൺ ആയി കിടക്കുന്നു, ഗ്ലേസേഴ്സ് ആയിട്ടുണ്ട്. ഒരു ഇതിലെ ഗ്രൗണ്ട് വാട്ടർ എത്രത്തോളം ഉണ്ടോ അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന വാട്ടർ എത്ര, നോൺ ഫ്രോസൺ ഉണ്ട്, സോൾട്ട് ഉള്ളതുണ്ടാവും. ഇതില് വിസിബിൾ വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് കുടിക്കാനും അഗ്രികൾച്ചറിനും കൃഷിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വാട്ടറാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വെള്ളം നീരാവിയായി പോകുന്നു, അല്ലെങ്കിൽ ഐസായി മാറുന്നു. ഇത് ഷോർട്ടേജിന്റെ പ്രിഡിക്ഷൻസ്. ഇനി ഭൂമിയിൽ ഇത് ഷോർട്ടേജ് വരുന്നുള്ള പ്രഡിക്ഷൻ ആണ്. 2030 ഇവിടെ വെള്ളത്തിന്റെ ഷോർട്ടേജ് വരുന്ന പ്രഡിക്ഷൻ വരുന്നുണ്ട്. ഈ പ്രഡിക്ഷൻ എങ്ങനെയാ വന്നു വെച്ചാല് 2030 വരുമ്പോൾ ഡിമാൻഡ് ഓഫ് വാട്ടർ ആവശ്യം കൂടുതൽ വരും. 40% കൂടുതൽ 50% വരെ ചാൻസസ് ഉണ്ട്. ഡെവലപ്പിംഗ് കൺട്രികൾ, നമ്മുടെ ഇന്ത്യയും ചൈനയും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതൽ വരും. അതുകൊണ്ട് UN എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് 2030 നമ്മുടെ പോപ്പുലേഷൻ വന്ന് പ്രൊജക്ട് ചെയ്തിട്ടുള്ള പോപ്പുലേഷൻ, യുണൈറ്റഡ് നേഷൻസിന്റെ പ്രൊജക്റ്റഡ് പോപ്പുലേഷൻ 8.5 ബില്യൺ. അപ്പോൾ അടുത്ത 8.5 ബില്യൺ വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും വാട്ടർ ഷോർട്ടേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ പ്രഡിക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ വാട്ടർ വെബ്സൈറ്റ് റെക്കോർഡിൽ എന്താ പറയുന്നത്, യുണൈറ്റഡ് നേഷൻസിന്റെ വാട്ടർ വെബ്സൈറ്റിൽ പറയുന്ന കാര്യങ്ങൾ നോക്കിയാൽ എന്തൊക്കെ വാട്ടർ, വേൾഡ് ബാങ്ക്, യുണൈറ്റഡ് ENP, ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഇവര് പറയുന്ന ശതമാനം 85% വേൾഡ് പോപ്പുലേഷൻ ഡ്രൈ ആയിട്ടുള്ള, പ്ലാനറ്റിന്റെ ഡ്രൈ ആയിട്ടുള്ള ഭാഗത്താണ് താമസിക്കുന്നത്. 783 മില്യൺ അവർക്ക് ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിനുള്ള ആക്സസ് ഇല്ല, അല്ലെങ്കിൽ കിട്ടുന്നില്ല. 6 മുതൽ 8 മില്യൺ വരെ ആൾക്കാർ മരിച്ചു പോകുന്നത് ഇങ്ങനത്തെ ഡിസാസ്റ്റേഴ്സ് കൊണ്ടും വാട്ടറിലൂടെ പകരുന്ന ഡിസീസ് കൊണ്ടുമാണ്. ഇതൊക്കെ വെബ്സൈറ്റിലുള്ള റെക്കോർഡുകളാണ്. അപ്പോൾ അഗ്രികൾച്ചർ അക്കൗണ്ട്സ് നോക്കുമ്പോൾ 70% ഗ്ലോബൽ ഫ്രഷ് വാട്ടർ വിഡ്രോയൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ 70% എന്ന് പറയുമ്പോൾ 90% ഫാസ്റ്റ് ഗ്രോയിങ് എക്കോണമി കാരണമാണ് വിഡ്രോയൽ ഉണ്ടായത്. വിഡ്രോയൽ എന്ന് വെച്ചാൽ ഫ്രഷ് വാട്ടർ കുറയുക, വിഡ്രോയൽ വരിക. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ വെബ്സൈറ്റിന്റെ കൺട്രോളിൽ തന്നെ പോകുന്നു. ഇതില് എങ്ങനെ വരുന്നു, 148 സ്റ്റേറ്റ്സ് ഉണ്ട്. ഈ ഇന്റർനാഷണൽ ബേസിൻസ് ഒക്കെ ഈ 148 സ്റ്റേറ്റ്സിലാണ് കിടക്കുന്നത്. 276 ട്രാൻസ് ബൗണ്ടറി റിവർ ബേസിൻസ് ആണ് വേൾഡില്. അതില് 64 എണ്ണം ആഫ്രിക്കയില്, 60 എണ്ണം ഏഷ്യയില്, 68 യൂറോപ്പില്, 46 നോർത്ത് അമേരിക്കയില്, 38% സൗത്ത് അമേരിക്ക. അപ്പോ ഇതിന് എക്സാമ്പിൾ ആയിട്ട് ട്രാൻസ് ബൗണ്ടറി ഒരു സ്ഥലത്തിൽ കൂടെ കോപ്പറേഷനിൽ വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഈ 450 എഗ്രിമെന്റ്സ് ആണ് ഇന്റർനാഷണൽ വാട്ടേഴ്സിനെ പറ്റി സൈൻ ചെയ്തിട്ടുള്ളത്. 450 എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഏത് കാലഘട്ടത്തിൽ? 1820 മുതൽ 2007 വരെയുള്ള കാലഘട്ടത്തിൽ. അതിലും 90 എണ്ണം ഇന്റർനാഷണൽ വാട്ടർ എഗ്രിമെന്റ്സ് ആണ്. അതിന് എന്തിനാന്ന് വെച്ചാല് വാട്ടർ ഷെയർ ചെയ്യുമ്പോൾ, വാട്ടർ ബേസിൻ ഷെയർ ചെയ്യുമ്പോൾ ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണ് ഈ 90% സൈൻ ചെയ്തിരിക്കുന്നത്. 4 ക്യാരക്ടേഴ്സ്, വെള്ളത്തിന്റെ 4 പ്രത്യേക ക്യാരക്ടേഴ്സ് എന്തൊക്കെയാ? ഫസ്റ്റ് ക്യാരക്ടർ റിസോഴ്സ്, വാട്ടർ ആണ് ഏറ്റവും കൂടുതൽ റിസോഴ്സ് വേൾഡിൽ. അതിൽ 90% വെള്ള ബൗണ്ടറി വഴി പോകുന്നു.
ഇന്റർ സ്റ്റേറ്റ് വഴി പോകുന്നു. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്താന്ന് വെച്ചാൽ ട്രാൻസ് ബൗണ്ടറി റിസോഴ്സ് ആണെങ്കിലും നാച്ചുറൽ ആയിട്ട് അത് കൺഫേംസ് എല്ലാം അങ്ങനെ യുനാനിമസ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള റൂൾസ് വഴിയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ നോക്കുമ്പോൾ എല്ലാ സ്റ്റേറ്റ്സും ഒരു വില്ലിങ്നെസ് ഉണ്ടാവണം, പരസ്പരം ഷെയർ ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ് ഉണ്ടാവണം. നാലാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു ഇഷ്യൂവും വാട്ടർ ഇഷ്യൂവിനെ ഡൊമസ്റ്റിക് ആയിക്കോട്ടെ, ഇന്റർനാഷണൽ ആയിക്കോട്ടെ, ഇന്റേണൽ ആയിക്കോട്ടെ, നമ്മൾ 2 സ്റ്റേറ്റ് തമ്മിൽ അല്ലെങ്കിൽ 3 സ്റ്റേറ്റ് തമ്മിൽ, ഇന്റർ സ്റ്റേറ്റ് തമ്മിൽ വാട്ടർ ഇഷ്യൂവിനെ എത്രത്തോളം കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം കൊണ്ടാകാൻ പറ്റും എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതാത് കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാണ്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. ഇനി റൺ ഓഫ് റിവേഴ്സ്, ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഫ്രഷ് വാട്ടർ എത്രത്തോളം ഉണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് റൺ ഓഫ് റിവേഴ്സ്. റിവേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു ജീവ ചരിത്രമാണ് റിവറിൻ്റെത്. ഒരു ഹിസ്റ്ററി ഉണ്ട്, കൾച്ചർ ഉണ്ട്, ടെക്നോളജിക്കൽ ഇന്റർവെൻഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ നിങ്ങൾ ചരിത്രം പരാമർശിച്ച് നോക്കുമ്പോൾ എല്ലാ ചരിത്രവും ഓരോ നദിയുടെ തീരത്താണ്. ഈ നദീതീരത്താണ് സംസ്കാരം ഉണ്ടായിട്ടുള്ളത്. നൈൽ നദീ തീരമായാലും ശരി, മെസൊപ്പൊട്ടേമിയ, സുമേരിയ ആയാലും ശരി, ഇന്ത്യൻ ആയാലും ശരി, ഈജിപ്റ്റ് ആയാലും ശരി. അപ്പൊ ഈ ഇൻഡസ് വാലി എല്ലാ സിവിലൈസേഷനും ഒരു നദീതീരത്താണ് ഉണ്ടാകുന്നത്. കാരണം അതിന്റെ ഇറിഗേഷൻ, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതൊക്കെ കാരണം കൊണ്ടാണ് ഈ ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ സംസ്കാരം ഉത്ഭവിച്ചത് അവിടെ. ഇതേമാതിരി ഇതിനെ റിവറിനെ അല്ലെങ്കിൽ നദീനെയാണ് നമ്മൾ റിന്യൂവബിൾ വാട്ടർ സോഴ്സ് എന്ന് പറയാ. എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്ന വാട്ടർ സോഴ്സ് റിന്യൂവബിൾ അതാണ്. പിന്നെ ഇതിന്റെ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട് നദിക്ക്. അത് മനുഷ്യൻ ഡാം കെട്ടുന്നു, ഡൈവേർട്ട് ചെയ്ത് വിടുന്നു, ബാരേജ് കെട്ടുന്നു, എങ്ങനെയൊക്കെ ചെയ്തിരുന്നാലും അതുകൊണ്ടാണ് മനുഷ്യനും റിവറും തമ്മിലുള്ള അല്ലെങ്കിൽ നദിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. 37% ലോങ്സ്റ്റ് റിവറിൽ നോക്കുമ്പോൾ 1000 കിലോമീറ്റർ ഫ്രീ ഫ്ലോയിങ് ആണ്. ഈ ഫ്രീ ഫ്ലോയിങ് എന്ന് പറയുമ്പോൾ ഒന്നും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് പോവാ. എല്ലാ റിവേഴ്സിനും ഒരു ഡീജനറേഷൻ അല്ലെങ്കിൽ ഡിഗ്രഡേഷൻ ക്വാളിറ്റി ലെവലിലും പൊല്യൂഷനിലും വരുന്നുണ്ട്. ഇനി റിവേഴ്സും എങ്ങനെയാണത് എക്കോണമിക് ഡെവലപ്മെന്റ് വരുന്നതെന്ന് നോക്കാം. റിവറും എക്കോണമിക് ഡെവലപ്മെന്റ് വരുമ്പോൾ എല്ലാ നദികളും ബേസ്ഡ് അവരുടെ വാല്യൂ, ഇക്വിറ്റി, ട്രാൻസ്പാരൻസി, അക്കൗണ്ടബിലിറ്റി, ഈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ആൾക്കാര് വാട്ടർ പോളിസിയിൽ എത്രത്തോളം കാര്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. WF റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇക്കോളജിക്കൽ ഫ്ലോ, എത്ര ക്വാണ്ടിറ്റി പോകുന്നു, എത്ര ടൈമിന്റെ ഉള്ളിൽ പോകുന്നു, എത്ര ക്വാളിറ്റിയാണ് ഫ്ലോ ചെയ്ത് പുറത്തേക്ക് പോകുന്നത്, എത്ര ക്വാണ്ടിറ്റിയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്, ഫ്രഷ് വാട്ടർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നത്, എക്കോസിസ്റ്റത്തിന് എത്രത്തോളം ഉപകരിക്കുന്നു, മനുഷ്യരാശിക്ക് എത്രത്തോളം ഉപകരിക്കുന്നു. ഇതൊക്കെ ഈ കണ്ടീഷൻസ് ഒക്കെ നോക്കുമ്പോൾ എക്കോസിസ്റ്റത്തിലുള്ള ഈ വാട്ടർ കൊണ്ട് സംബന്ധം വളരെ കൂടുതലായിട്ടുണ്ട്. ഇനി റിവർ ഫ്ലോസ്, എങ്ങനെയാണ് ഫ്ലോസ്, റിലേഷൻഷിപ്പ് റിവർ ഫ്ലോസും റിവർ എക്കോളജി. ഈ ഫ്ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലത്ത് നിന്ന് ഒഴുകി പോവുകയാണ്. എത്രത്തോളം പ്യൂരിറ്റി ഉണ്ടാവും, എത്രത്തോളം അക്വാറ്റിക് എന്ന് വെച്ചാൽ വെള്ളത്തിൽ ജീവിക്കുന്ന ലൈഫ് അല്ലെങ്കിൽ അതിന്റെ വെജിറ്റേഷൻ, എത്രത്തോളം ഈ വെള്ളം റീചാർജ് ചെയ്ത് ഗ്രൗണ്ട് വാട്ടർ, ഞാൻ ഇന്നലെ പറഞ്ഞു ഗ്രൗണ്ട് വാട്ടർ ടേബിൾ പോകുന്നുണ്ടെന്ന്. അപ്പോൾ അതിൽ എത്രത്തോളം റീചാർജിങ് കിട്ടുന്നുണ്ട്, എത്രത്തോളം സപ്പോർട്ടിങ് ജീവജാലങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു, നാവിഗേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളത് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ നോക്കുമ്പോൾ സാലിനിറ്റി, അതിന്റെ വാട്ടർ കണ്ടന്റിലുള്ള ഉപ്പാംശം അല്ലെങ്കിൽ അതിന്റെ pH എത്ര ലെവലിൽ വരുന്നു എന്നുള്ളതൊക്കെ നോക്കാനുള്ളതാണ് നമ്മൾ ഈ റിവർ ഫ്ലോസിൽ കൂടെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന, ഇവിടെ സൗത്ത് ഏഷ്യയില് ഈ ഡിഫൈൻ ചെയ്ത് വരുന്നത് ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന വഴി ഹിന്ദുക്കുഷ് എന്ന് തുടങ്ങി ഹിമാലയൻ മൗണ്ടൻസ് റേഞ്ചസ് കൂടെ ഇൻഡസ് ബേസിൽ വന്നിട്ട് വെസ്റ്റിൽ വന്ന് ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന ഈ സിസ്റ്റം ഈസ്റ്റേൺ സൈഡില് വാസ്റ്റ് ആയിട്ടുള്ള പെനിൻസുലർ ഇന്ത്യയിൽ നിന്ന് സൗത്തിലുമുണ്ട്. അപ്പൊ ഇന്ത്യൻ സിവിലൈസേഷനിൽ എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻസ് ഫുഡിനും ഷെയറിങ് ഫുഡിന് കൊടുക്കുന്നോ അതേമാതിരി തന്നെ ഈ
വാട്ടർ നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാ റിച്വൽസിനും നമുക്ക് വെള്ളം ആവശ്യമാണ്, ധർമ്മമാണ്. ചില മരിക്കുന്ന സമയത്ത് കൂടെ വെള്ളം കുടിച്ചു മരിക്കണം എന്നുള്ള, അല്ലെങ്കിൽ ഗംഗാ വാട്ടർ മരിച്ചു കുടിക്കണം എന്നുള്ള ഒരു അഭിപ്രായം ഹിന്ദുയിസത്തിലുണ്ട്. അപ്പോ ഈ വർഷാവർഷം വർഷങ്ങളോളം ഈ വെള്ളം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫെർട്ടിലിറ്റി ഓരോ സ്ഥാനത്തിനെയും ഫെർട്ടൈൽ ആക്കിക്കൊണ്ട് അതിനെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് വെള്ളം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഓരോ മതത്തിലും, അത് ഹിന്ദു ആയാലും ശരി, മുസൽമാൻ ആയാലും ശരി, ക്രിസ്ത്യാനിറ്റി ആയാലും ശരി, വെള്ളത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇനി 8 കൺട്രികൾ, ഏഷ്യ വാട്ടർ ഇഷ്യൂ 8 കൺട്രികൾ ഏതൊക്കെയാന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ ആൻഡ് മാൽദീവ്സ്. ഇതിൽ 1.9 ബില്യൺ ആൾക്കാരാണ് ഇവിടെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ലോക ശതമാനം എടുത്തു നോക്കുമ്പോൾ 23% ആൾക്കാരാണ് ഈ 8 കൺട്രികളിൽ കൂടെ താമസിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? കോംപ്ലക്സ് ആയ വാട്ടർ ചാലഞ്ചസ് ഉണ്ടാവും. ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള മഴയുടെ ഗതി അനുസരിച്ചിട്ടാണ് നമുക്ക് വാട്ടറിന്റെ കണ്ടൻഷൻ കിട്ടുക. അപ്പോൾ ഗ്ലേസേഴ്സ് ഉണ്ടാവും. പെർ ക്യാപിറ്റ വാട്ടർ എത്രത്തോളം വെനറബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പാകിസ്ഥാൻ ബോർഡർ ആയാലും ശരി, അഫ്ഗാനിസ്ഥാനിലും ഏറ്റവും വാട്ടർ സ്ട്രെസ്ഡ് റീജിയൻ ആയിട്ട് വരുന്നത് ആ ഏരിയകളാണ്. സൗത്ത് ഏഷ്യയിലുള്ള റിവേഴ്സ് ഏതിനെയൊക്കെ പരാമർശിച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ, 1 ചേഞ്ച്, ക്ലൈമാറ്റിക് ചേഞ്ച്, 2 ഡീഗ്രഡേഷൻ, ഫ്ലഡിങ്, മഴ കൂടുതലായാൽ ഫ്ലഡ് ആവും, ഇൻക്രീസ് ആള് കൂടുതലാവുമ്പോൾ വാട്ടറിന്റെ യൂസും കൂടുതലാവും. ഇനി അടുത്തതായിട്ട് ട്രാൻസ് ബൗണ്ടറി എന്ന് പറയും. ട്രാൻസ് ബൗണ്ടറി എന്ന് പറയുമ്പോഴത്തേക്കും ക്രിസ് ക്രോസ് ആയിട്ട് പല ബൗണ്ടറിയിൽ കൂടെ പോകുന്ന വെള്ളത്തിനെയാണ് നമ്മൾ ട്രാൻസ് ബൗണ്ടറി എന്ന് പറയാ. ഇത് ലിങ്ക് ചെയ്ത് പോവാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള എൻവയറമെന്റൽ അല്ലെങ്കിൽ നമ്മളുടെ പരിതസ്ഥിതിയും പ്രാധാന്യം കൊടുത്ത സെക്യൂരിറ്റിയും കൂടെ ഇന്റർ ഡിപ്പെൻഡൻസീസ് ഉണ്ട്. പരിസ്ഥിതി നോക്കണം, അവിടുത്തെ ധനപരമായ കാര്യങ്ങൾ നോക്കണം, അതിന്റെ സെക്യൂരിറ്റി, അതിന്റെ സുഖം നോക്കണം. ഇതെല്ലാം വരുമ്പോഴത്തേക്കും ഈ ഇന്റർ ഡിപ്പെൻഡൻസി ഓരോ രാജ്യത്തിനും മാറി മാറി വരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ കാണാൻ ഉദ്ദേശിക്കുന്നത് ഈ നദികളിൽ കൂടെ വരുന്ന പൊളിറ്റിക്കൽ ക്യാരക്ടറിസ് ഉണ്ട്. ആ പൊളിറ്റിക്സിൽ ക്യാരക്ടറിസ് കാരണം അതിന്റെ പിന്നാലെ പരിണാമമായിട്ട് വരുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ റൈവലറീസ്, അല്ലെങ്കിൽ വഴക്ക്, അല്ലെങ്കിൽ ചണ്ട. ഇതിന് വളരെ ദിക്ഷാന്ത്യമായിട്ടുള്ള എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ മുല്ലപ്പെരിയാർ, കേരളത്തിലുള്ള ഇഷ്യൂ. ഓക്കെ, ഇവിടെ അതേമാതിരി സൗത്ത് ഏഷ്യയിലെ മേജർ ആയിട്ടുള്ള റിവേഴ്സ് ഉണ്ട്. ഹിന്ദുക്കുഷിലുള്ള ട്രാൻസ് ഹിമാലയൻ, ടിബറ്റൻ മേജർ റിവേഴ്സ് സിസ്റ്റം വരുന്നത് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഈ സോഴ്സസ് എവിടെന്ന് വെച്ചാൽ ലഡാക്കാണ്. സോക്യൂർ റിവേഴ്സിലെ പാകിസ്ഥാൻ വഴി, പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ വഴി സദേൺ സൈഡിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇൻഡസ് റിവർ കളക്ട് ചെയ്യുന്നത് ജലം എവിടെ? ജനാബിൽ നിന്നും, ജലത്തിൽ നിന്നും, സട്ലജിൽ നിന്നും, രവിയിൽ നിന്നും, ബിയാസിൽ നിന്നും വരുന്ന അത് ഡ്രെയിൻ ചെയ്തെന്ന് അറേബ്യൻ സീ കറാച്ചിയുടെ അവിടെ കൊണ്ടുവന്ന് അവിടെ നിന്നാണ് അത് കടലിലേക്ക് ചേരുന്നത്. ഇതിനെയാണ് ഈ ടുഗദർ, ഇതിനെല്ലാത്തിനും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഇൻഡസ് റിവർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗംഗാ ബ്രഹ്മപുത്ര സിസ്റ്റം. ഈ ഗംഗാ ബ്രഹ്മപുത്ര ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗംഗോത്രി എന്നാണ്. ഒരു ചെറിയൊരു തടാകമാണ്. ആൽക്കൈനെയും ജോയിൻ ചെയ്ത് ഗംഗ ഒഴുകി ഇന്ത്യൻ ടെറിട്ടറി വരുന്ന ഇന്ത്യൻ റിവർ ആവുന്നു. 9 റിവേഴ്സ് ഉണ്ട്. അത് നേപ്പാൾ വഴി വരുന്നു. കർലി, കാടക്കി, കോസി സോഴ്സസ് ആയിട്ട് ടിബറ്റിൽ പോകുന്നു. ഗംഗ, അത് ഏറ്റവും വലിയ ഗംഗാ ബ്രഹ്മപുത്ര മേഖലയായിട്ട് വരികയും അത് അവിടെ പോയി ഇറങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വളരെ പ്രാധാന്യമായിട്ട് നമ്മൾ നദീനെ സ്ത്രീയായിട്ട് ഉപമിക്കുകയും ചെയ്യുന്നു. ഇനി ബ്രഹ്മപുത്രയുടെ തുടക്കം അല്ലെങ്കിൽ ഒറിജിൻ, ഈ ബ്രഹ്മപുത്ര ഒറിജിനേറ്റ് ചെയ്തത് ഗ്ലേഷ്യേഴ്സ് വഴി വന്ന് ടിബറ്റൻ പ്ലേറ്റ്യൂ വന്ന് റെഫർ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് ട്രാവൽ ചെയ്ത് വരുന്നത് ലിങ്ക് ചെയ്ത് ഏതൊക്കെ കൺട്രികളാണ്? ചൈനനെ ലിങ്ക് ചെയ്യുന്നുണ്ട്, ഇന്ത്യനെ, ഭൂട്ടാനും ലിങ്ക് ചെയ്താണ് വരുന്നത്. ബംഗ്ലാദേശിൽ അത് ചെല്ലുമ്പോഴത്തേക്കും ആ ഒഴുകി പോകുന്ന ബ്രഹ്മപുത്രനെ ജമുന എന്നാ പറയാം. അപ്പൊ അത് ഒഴുകി പോയി ബേ ഓഫ് ബംഗാളില് ഡ്രെയിൻ ചെയ്യുന്നു. ഈ 3 റിവർ സിസ്റ്റം ഹ്യൂജ് ആയിട്ടുള്ള സെഡിമെന്റ്സും അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സും കൊണ്ടുവരുന്നതുകൊണ്ട് അതിന്റെ ഭാഗങ്ങൾ, അതിന്റെ സൈഡൊക്കെ വളരെ ഫെർട്ടൈൽ ആയിട്ടും വരുന്നുണ്ട്.
ഹൈഡ്രോ ഇലക്ട്രിസിറ്റി നമ്മൾ ഉണ്ടാക്കുന്നു. വലിയ ലെവലിലുള്ള ഹൈഡ്രോ ഇലക്ട്രിസിറ്റി നമ്മൾ ഇതിൽ നിന്ന് എടുക്കുകയും അതിനെപ്പറ്റി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. കാർബൺ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നേപ്പാളിലും ഭൂട്ടാനിലുമാണ് ഇതിന്റെ. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ വേൾഡിലെ 5ാമത്തെ ഹൈഡ്രോ പവർ വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്നത്. ഗ്ലേസേഴ്സ് വഴി നമ്മൾ വെള്ളം എടുക്കുന്നുണ്ട്, ഡ്രെയിനേജ് വഴി എടുക്കുന്നുണ്ട്. ക്ലിയർലി ഹൈഡ്രജൻ റീജിയൻസ് ആയിരുന്നു. പൊളിറ്റിക്സ് ഇത് വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതലായിട്ട് ഡിപ്പെൻഡിങ് ആയിട്ട് വരുന്നത് വാട്ടർ റിസോഴ്സസ് എത്രത്തോളം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി ഇന്റർ സ്റ്റേറ്റ് ഇഷ്യൂസിലും ഇതേ കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. വാട്ടർ ഇൻഡക്റ്റഡ് കോൺഫ്ലിക്റ്റ് കുറച്ച് കൊണ്ടുപോവുക, ഡിപ്ലീഷൻ, ഫാക്ടേഴ്സ് ഡിപ്ലീഷൻ അല്ലെങ്കിൽ കുറവ് വരിക. 2 സ്കൂൾസ് ഉണ്ട്. ക്രൈസിസ് വരുന്നു. ഈ ക്രൈസിസ് വരുമ്പോഴത്തേക്ക് 2 കോഴ്സിൽ, ഒന്ന് റിവറിന്റെ പോക്ക്, സയൻസിന്റെ യൂസ്, മെഡിക്കൽ ലെവൽ. നന്ദി, നമസ്കാരം.